എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണാം. എന്താണ് ദേവി എന്തൊക്കെയാണ് ചെയ്തത്, ദേവിയുടെ ആവിർഭാവം എങ്ങനെയാണ്, ദേവി എങ്ങനെയാണ്, ദേവിയുടെ വൈഭവങ്ങള്, ബാല്യകാല ലീല, ദിഗ്വിജയം, പിന്നെ നമുക്ക് ദേവിയുടെ വിവാഹം. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഹാലാസ്യ മഹാത്മ്യം പോലെ തന്നെ അതിന്റെ ചില പ്രത്യേക രീതിയുണ്ട് അത് പഠിക്കുന്നതിന്റെ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു ആരായിരുന്നു വിദ്യാവതി ആരായിരുന്നു, ഹിമവാനും മേനാദേവിയും ആരായിരുന്നു, അവരുടെ പൂർവ്വജന്മങ്ങള്, അത് എപ്പോ അവരെന്തുകൊണ്ടാണ് ഈ കാഞ്ചനമാലയും മലയധ്വജ പാണ്ഡ്യനുമായിട്ട് ജനിച്ചത്, അവരുടെ പൂർവ്വജന്മം ചെയ്ത പുണ്യമാണ്, അവരെങ്ങനെയാണ് ദേവിയെ പ്രാർത്ഥിച്ചത്, ദേവി അവർക്ക് എന്ത് വരം കൊടുത്തു. മേനാദേവി കാളികാ സ്വരൂപത്തിലും ഹിമവാനും തപസ് ചെയ്തു ഈ ദേവിയെ കിട്ടാൻ വേണ്ടി. രണ്ടുപേർക്കും ഒരു ശാപഗ്രസ്തരായിരുന്നു. ദുർവാസാവിന്റെ ശാപം നിമിത്തം ഭൂമിയിൽ ജനിക്കണമെന്ന് ദുർവാസാവ് ശാപം കൊടുത്തു. അതനുസരിച്ച് അഗസ്ത്യരെ ചെന്ന് കണ്ടിട്ട് അഗസ്ത്യന്റെ നിർദ്ദേശാനുസരണം നിങ്ങൾ വിഷമിക്കേണ്ട, പരാശക്തി നിങ്ങളുടെ മകളായിട്ട് ജനിക്കും, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ശാപമുക്തിയും ദേവി തന്നെ തരും എന്ന് പറയുകയാണ്. അപ്പോ അതുപോലെ തന്നെ വിദ്യാവതിയും ആ ഒരു വിശ്വവസു എന്ന് പറയുന്ന ഗന്ധർവന്റെ പുത്രിയായിരിക്കുന്ന വിദ്യാവതി ദേവി 3 വയസ്സുള്ള കുഞ്ഞായിട്ട് വരികയും കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിക്കാനുള്ള മഹാഭാഗ്യം കിട്ടുകയും, കുഞ്ഞ് കളിയായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ വിദ്യാവതി തനിക്ക് മകളായിട്ട് ജനിക്കണം, ഈ കുഞ്ഞിനെ എനിക്ക് മകളായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോ ദേവി ആ ഒരു ദേവിയുടെ യഥാർത്ഥ സ്വരൂപം, ലളിതാ ത്രിപുരസുന്ദരി സ്വരൂപം കാണിച്ചു കൊടുക്കുകയും ഈ വിദ്യാവതിക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യാണ്. അടുത്ത ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ കുഞ്ഞായിട്ട് ജനിക്കും, വിഷമിക്കേണ്ട, ഞാന് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ കളിപ്പിച്ച് തീരുന്നിടം വരെ, എനിക്ക് നിങ്ങളെ അമ്മാന്ന് വിളിച്ച് ആഗ്രഹം തീരുന്നിടം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ഏറ്റവും എന്താ പറയുക ഉയർന്ന തലത്തില് 2 പേരാണ്. ഒരു അച്ഛന്റെ സ്ഥാനമായാലും അമ്മയുടെ സ്ഥാനമായാലും ആ ഒരു തപസ് ചെയ്ത് ഉയർന്ന സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരാശക്തി ദേവി മകളായിട്ട് ജനിക്കുകയുള്ളൂ. നമ്മളത് കണ്ടു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോവാണ് മീനാക്ഷി ദേവിയുടെ ആവിർഭാവം. അപ്പോ എന്താണ്, ശ്രീവിദ്യാം ശിവവാമഭാഗനിലയം പ്രീങ്കാര മന്ത്രോജ്വലം ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതിയും ശ്രീമത് സഭാനായികം ശ്രീമത് ഷൺമുഖ വിഘ്നരാജജനനീം ശ്രീമത് ജഗന്മോഹിനീം മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യ വാരാനിധിയും. ആ ദേവിക്ക് നമുക്ക് എല്ലാവർക്കും ദേവിയുടെ കരുണയ്ക്കും ശ്രീവിദ്യ ഉപാസകരായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും ദേവിയുടെ അനുഗ്രഹവും, ദേവി ഇന്നും മധുര മീനാക്ഷിയിലെ ദേവിയുടെ ആ ഒരു ചൈതന്യം ഉണ്ടെന്നും, മീനാക്ഷിയാണ് അവിടെ ഭരിക്കുന്ന മഹാരാജ്ഞിയായിട്ട്. മധുര ആ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഒരു സ്ഥലവും എല്ലാം തന്നെ ദേവി ഇന്നും അവിടെ ആ സാന്നിധ്യം എല്ലാവരും പ്രത്യക്ഷ ദേവിയായിട്ട് കണ്ട് ഭജിക്കുന്നതാണ്. അവിടെ ചെല്ലുന്നവർക്ക് ആർക്കും തന്നെ അനുഗ്രഹം കിട്ടാതെ പോയിട്ടില്ല. വളരെ വിശേഷപ്പെട്ട ഹാലാസ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാലാസ്യ ക്ഷേത്രമാണ് മധുര മീനാക്ഷിയുടെ ക്ഷേത്രം. നമുക്ക് ഹാലാസ്യം എന്താണ്, എന്തുകൊണ്ട് ഹാലാസ്യം എന്ന പേര് വന്നു എന്നെല്ലാം ഇതിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് മീനാക്ഷിയുടെ കല്യാണ വൈഭവം പറയുന്നതിന് മുമ്പേ തന്നെ മീനാക്ഷിയുടെ അവതാരം, ദേവിയുടെ ദിഗ്വിജയം, സോമസുന്ദരനായ ശിവനെ എങ്ങനെയാണ് വിവാഹം ചെയ്തത്, എല്ലാം മീനാക്ഷിയുടെ വൈഭവങ്ങൾ, 1-2 വൈഭവങ്ങൾ, ഇതൊക്കെ വളരെ വളരെ വിശേഷപ്പെട്ട ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ ഉള്ള ഒരു കഥകളാണ് ഇതെല്ലാം. അതിൽ നിന്ന് വളരെ ചുരുക്കി വേണ്ടിയത് മാത്രം എടുത്തിട്ടാണ് നമ്മളിതിപ്പോ പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും. എന്നാലും ദേവിയുടെ വൈഭവങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാം. കാരണം മീനാക്ഷി തന്നെയാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ, ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതിയും, ശ്രീചക്രത്തിന്റെ ബിന്ദുവിലിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയാണ് മീനാക്ഷി എന്ന എല്ലാ സ്തോത്രങ്ങളിലും. മീനാക്ഷി പഞ്ചരത്നത്തിലാവട്ടെ, മീനാക്ഷി ഭുജംഗത്തിലാവട്ടെ, എല്ലാത്തിലും പറയുന്നുണ്ട് ദേവിയുടെ അതേ ആയുധങ്ങള്, പുഷ്പബാണങ്ങളും കരിമ്പ് വില്ലും കയ്യിൽ വെച്ച് പാശവും അങ്കുശവും ഉള്ള സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ശ്യാമളാ പരമേശ്വരിയായിട്ട് പ്രകാശിക്കുന്ന, ശരിക്കും സൂക്ഷ്മത്തില് ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടദേവത നമുക്കിതിനകത്ത് വ്യത്യാസമില്ല, രൂപങ്ങള് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ന് പറഞ്ഞ് ദേവിയുടെ സൂക്ഷ്മഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പൊ കാമാക്ഷി ആയാലും മീനാക്ഷി ആയാലും വിശാലാക്ഷി ആയാലും നമ്മൾ അറിയണം ആരാണ്, ഈ ലളിത പരാശക്തിയാണ്, ലളിത ത്രിപുര സുന്ദരിയാണെന്ന് അറിയണം. മീനാക്ഷിയായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടു കാഞ്ചനമാലയ്ക്ക് എങ്ങനെയാണ് മകളായിട്ട്, മീനാക്ഷിയായിട്ട് ജനിക്കുന്നതിന് മുമ്പ് കാഞ്ചനമാലയ്ക്ക് എങ്ങനെ മകളായിട്ട് വന്നു, കാഞ്ചനമാല ആര്, ഇതെല്ലാം നമ്മൾ കണ്ടു. എത്ര തപസ് ചെയ്തിട്ടാണ് ഈ മഹാഭാഗ്യം കിട്ടിയത്. പിന്നെ മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയ്ക്കും മകളായി
അവതാരം ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പൂർവ്വ കഥകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാഞ്ചനമാല. പൂർവ്വജന്മത്തിൽ ആരായിരുന്നു കാഞ്ചനമാല? പൂർവ്വജന്മത്തിലെ ഹിമവാന്റെ ഭക്തിയായ മേനയായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് വിദ്യാവതിയായിരുന്നു, എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. അപ്പോ ആ ഒരു കഥ നമ്മൾ കേട്ടു. അപ്പൊ എന്താ, കാഞ്ചനമാല പൂർവ്വജന്മത്തിലെ വിദ്യാവതി എന്ന ഗന്ധർവ സ്ത്രീയായിരുന്നു അല്ലെ. ഹാലാസ്യ മഹാത്മ്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ പ്രശ്ന ശ്രീപുര മഹാത്മ്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്, വിദ്യാവതി എന്ന് പറയുന്ന ഗന്ധർവ വിശ്വവസുവിന്റെ പുത്രിയാണെന്ന്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കണ്ടെങ്കിലും നമുക്ക് എന്താ ഇതിനകത്ത് നമ്മൾ രണ്ടുപേർക്കും ഐക്യമായിട്ട് കാണുന്നത്, രണ്ടുപേരും ദേവിയെ വളരെയധികം എന്താ പറയാ ഭക്തിയോടുകൂടി, അതായത് വേറെ ഒരു ചിന്തയും ഇല്ലാതെ ദേവി തന്നെ കാണണം, ദേവിയുമായിട്ട് എന്താ ദേവിയുടെ അനുഗ്രഹം കിട്ടണം, അല്ല മകളായിട്ട് കിട്ടണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല, എങ്കിലും ദേവിയെ വേണം എന്നുള്ള അത്യുത്കടമായിട്ടുള്ള ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ അനുഗ്രഹം കിട്ടിയത്. അപ്പൊ ഒന്നും നമ്മൾ ചിന്തിക്കണം, ഒരു ജന്മത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളാണ് ജന്മത്തിന് കാരണമാകുന്നതും ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടാൻ ആ ഒരു ജന്മ മൃത്യുവിന്റെ വലയത്തിൽ നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അത് അവസാനം സാധിക്കണവരെ, ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് സാധിക്കുന്ന ആ ആഗ്രഹ പൂർത്തീകരണം വരെ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ജന്മങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ എന്ത് നല്ല കാര്യമാണെങ്കിലും ഇല്ലെങ്കിൽ വെറുതെയുള്ള ഭൗതിക വസ്തുക്കളായാലും അത് ആഗ്രഹിക്കുമ്പോൾ വളരെ ചിന്തിക്കണം, ആഗ്രഹം നമുക്ക് ജന്മങ്ങളെ തരും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് എന്തായി തീർന്നു, ഈ മേനാദേവിയും ഈ വിദ്യാവതിക്കും പുതിയ ജന്മം കിട്ടുകയാണ്. കുലശേഖര പാണ്ഡ്യന്റെ മകനായിട്ട് ഹിമവാൻ ജനിക്കുകയാണ്. മലയധ്വജ പാണ്ഡ്യൻ എന്ന പേരില് ജനിച്ചു. മലയധ്വജൻ എന്ന് വരാൻ കാരണം ഇതെല്ലാം തന്നെ തമിഴ്നാട്ടിലെ മധുരയുടെ അടുത്ത് ഉള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം പറയണ പാണ്ഡ്യദേശം, ചോഴദേശം, ചോഴ രാജാക്കൾ വളരെ പ്രസിദ്ധമാണ് അന്നത്തെ ഈ രാജാക്കന്മാര് എല്ലാരും തന്നെ. അപ്പൊ മലയധ്വജൻ ആരുടെ മകനായിട്ടാണ് ജനിച്ചത്? ഹിമവാനാണ് മലയധ്വജ പാണ്ഡ്യനായിട്ട് ജനിച്ചത്. അപ്പൊ മലയധ്വജ പാണ്ഡ്യൻ എന്ന് വരാൻ കാരണം തന്നെ കുലശേഖര പാണ്ഡ്യന്റെ മകൻ ആയിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന് മലയധ്വജൻ എന്ന് പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം സാധാരണ എല്ലാ ഭരിക്കുന്ന രാജാക്കന്മാർക്കും കൊടി അടയാളമുണ്ട്, കൊടിയുണ്ട്. അതിനാണ് ധ്വജം എന്ന് പറയുന്നത്. അതിനൊരു അടയാളം ഉണ്ടാവും. അപ്പോ പാണ്ഡ്യവംശത്തിന്റെ ഗുരു ആരാണ്? അഗസ്ത്യനായിരുന്നു. അഗസ്ത്യ ഋഷി, നമ്മുടെ ഹിമവാൻ ചെന്ന് കണ്ട, മേനയും ചെന്ന് കണ്ട ആ അഗസ്ത്യ ഋഷിയായിരുന്നു ഇവരുടെ കുലഗുരു. അപ്പൊ അദ്ദേഹം വസിക്കുന്ന ഒരു മല, അതിനെയാണ് എന്താ പറയാ, ആ ഒരു മലയുടെ പേര് അതും കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ പാണ്ഡ്യവംശത്തിന്റെ കൊടിയടയാളം. ആദ്യം മീനായിരുന്നു. അപ്പൊ ഇദ്ദേഹം താമസിച്ചിരുന്ന പുതിയ മല, അഗസ്ത്യൻ താമസിച്ചിരുന്ന മലയുടെ പേരും കൂടെ ചേർത്തിട്ട്, അതുകൊണ്ടാണ് മലയധ്വജൻ. ആ മലയ എന്ന് പറയുന്ന പർവ്വതത്തിൽ താമസിച്ചിരുന്ന അഗസ്ത്യന്റെ ആ മലയുടെ പേരും കൂടെ ചേർത്തിട്ട് മീൻ അടയാളത്തോടു കൂടി ഇതും കൂടെ ചേർത്തു. അങ്ങനെയാണ് ധ്വജം എന്നാൽ കൊടി. അതുകൊണ്ട് മലയധ്വജൻ എന്ന പേര് വന്നു. ഇപ്പൊ ചോള ദേശത്തില് കാഞ്ചനമാലയായിട്ട് ദേവി ആര് ജനിച്ചു? മേനാദേവിയും ജനിക്കുകയാണ്. ഇദ്ദേഹം പാണ്ഡ്യദേശത്ത് ജനിച്ചു, മറ്റേ ദേവി ചോളദേശത്ത് ജനിച്ചു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ വിവാഹപ്രായം എത്തുന്നു. കാഞ്ചനമാലയെ മലയധ്വജ പാണ്ഡ്യൻ വിവാഹം കഴിക്കുകയാണ്. ഇവർ വിവാഹം കഴിച്ചു, സുഖമായിട്ട് എന്താ പറയാ കാലങ്ങള് വളരെ നന്നായിട്ട് ജീവിച്ചു പോവുകയാണ്. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു, എല്ലാ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇവർക്ക് രാജ്യം ഭരിക്കുന്ന ആളാവുമ്പോ ഒരു വാരിശ് വേണം, ഇല്ലേ? ഒരു കുട്ടി വേണം. എന്നാലേ നമുക്ക് അടുത്ത ആളെ കൈമാറ്റം ചെയ്തിട്ട് വേണം തിരിച്ച് എന്താ പറയാ ആ ഒരു രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് വേണം മറ്റേ ആൾക്ക് സന്യാസത്തിനോ വാനപ്രസ്ഥ ആശ്രമത്തിനൊക്കെ പോവാനായിട്ട്. അങ്ങനെ കാലങ്ങൾ ഇവര് സന്തോഷമായിട്ട് കഴിഞ്ഞു പോയിട്ടും എന്താ, ഇവർക്ക് പുത്രഭാഗ്യമില്ല, ഒരു കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോ ഇത് എന്ത് പറ്റി, എന്താണ് ഞങ്ങൾക്ക് ഇതിന് കാരണം എന്ന് പറഞ്ഞാല്, ഈ ദേവിയാണ് പുത്രിയായിട്ട് വരണമെന്നൊന്നും ഇവർക്കറിയില്ല. കഴിഞ്ഞ ജന്മത്തെ മായ കൊണ്ട്, വിഷ്ണുമായ ഇതെല്ലാം മറിച്ച് അവർക്ക് ഈ ജന്മത്തിൽ അവർ ഇന്ന ആളായിരുന്നു, ഹിമവാനായിരുന്നു, ആ ഒരു ഓർമ്മയൊന്നും ഇല്ല. അതുകൊണ്ട് അവര് വിചാരിച്ചു, എത്ര കാലമായി നമ്മൾ വിവാഹം കഴിച്ചിട്ട് നമുക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പൊ ദേവി വരണമെങ്കിൽ എന്താ, ഒരുപാട് കാര്യങ്ങള് അതിന്റെ ഒരു പ്രീ റെക്വസിറ്റ്സ് ഉണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ദേവിക്ക് അവതരിക്കാൻ പറ്റൂ. അതൊന്നും അവർക്കറിയില്ല. അവര് വിചാരിച്ചു എന്താണ് പ്രശ്നമെന്ന് അറിയില്ലല്ലോ, എത്ര കാലം കാത്തിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവര് പൂജ തപസ്സുകളൊക്കെ ചെയ്ത് എന്താ പറയാ യാഗഹോമാദികൾ ചെയ്ത് എന്താ എല്ലാം കാത്തിരിക്കുകയാണ്. കുട്ടി ഉണ്ടാവും, പരാശക്തി പുത്രിയായിട്ട് വരാൻ പോകുന്നു എന്ന അതിന്റെ മഹത്വം, അതിന്റെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു.
ഇവരെന്ത് ചെയ്തു? കുട്ടികൾ ഉണ്ടാവാത്ത ദുഃഖത്തിൽ ഒരു ദിവസം കുലഗുരുവായ അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് പോവാണ്. അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. അല്ലയോ ഭഗവാനെ, മഹർഷി കുലഗുരുവാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാം ധാർമ്മികമായിട്ട് ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങൾക്കും പ്രായം അതിക്രമിച്ചു പോവാണ്. ധർമ്മങ്ങളെല്ലാം ചെയ്തു, ശിവപൂജ ചെയ്യുന്നുണ്ട്, ദേവി ഉപാസന ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ശാപമുണ്ടെന്ന് തോന്നുന്നു. അങ്ങ് കുലഗുരുവാണല്ലോ, ഞങ്ങൾക്ക് കുട്ടികളില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ് മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയും. ആ ഒരു തന്റെ ഗുരുവിന്റെ പാദപത്മങ്ങളിൽ ശരണാഗതി ചെയ്തു. അഗസ്ത്യൻ പറഞ്ഞു, അല്ലയോ രാജാവേ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഒരുപാട് പൂർവ്വജന്മ പുണ്യമുണ്ട്. കാരണം കാലങ്ങളെ കുറിച്ചും അറിയുന്ന സാക്ഷാൽ അഗസ്ത്യനാണ് ഇവരുടെ കുലഗുരു. നിങ്ങൾക്ക് സാധാരണ വ്യക്തികളല്ല നിങ്ങള്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾക്ക് ദേവാംശമുള്ള ഒരു കുഞ്ഞാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനായി കാത്തിരിക്കണം. പെട്ടെന്ന് കുട്ടി ഉണ്ടാവില്ല. ആ ഉണ്ടായാൽ തന്നെ എന്താ, അത് ഈ രാജ്യത്തെ നമ്മുടെ മധുര രാജ്യത്തിന്റെ വാരിശായിട്ട് അടുത്ത മഹാരാജ്ഞിയായിട്ട് വരേണ്ട കുഞ്ഞാണ്. അത് ഞാൻ എൻ്റെ ഉൾക്കണ്ണിൽ കാണണു. അത് ദേവാംശമുള്ള കുട്ടിയായിട്ടാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ, കുറച്ചുകൂടെ ഈ ദാനധർമ്മങ്ങളും ഈ തപസ്സൊന്നും പോരാ, എന്ത് ചെയ്യണം, അശ്വമേധയാഗം നടത്തൂ എന്ന് പറയുകയാണ്. അപ്പൊ എല്ലാവരും അശ്വമേധമല്ല സാധാരണ പറയുന്നത്, പുത്രകാമേഷ്ടി യാഗമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പറയുന്നത്. ഇദ്ദേഹം ഈ മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയും ഒരക്ഷരം അങ്ങോട്ട് ചോദിക്കുന്നില്ല. കാരണം എന്താണോ ഗുരു പറയുന്നത് കണ്ണടച്ചത് ചെയ്യാൻ ഗുരുവിലുള്ള പരിപൂർണ വിശ്വാസവും ആ ഗുരു കടാക്ഷവും അവർക്കുണ്ട്. എന്തിനാണ് അശ്വമേധം നടത്തുന്നത്? രാജ്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാനോ ചക്രവർത്തി പദത്തിനോ അല്ലല്ലോ ഞാൻ വന്ന് ഗുരുവിനെ സമീപിച്ചത്. ഇതെന്താ എന്റെ ഗുരു ഇങ്ങനെ പറഞ്ഞു? ഒന്നും ഒരു സംശയവുമില്ല. എന്ത് അഗസ്ത്യര് പറഞ്ഞു, ഓ ഞാൻ ചെയ്യാം, അതിനെന്താ, ഞങ്ങളത് അതുപോലെ ചെയ്യാമെന്ന് ശിരസാവഹിച്ച്, അഗസ്ത്യന്റെ ആജ്ഞ ശിരസാവഹിച്ച് എന്ത് ചെയ്തു? എല്ലാ ദേവന്മാരെയും വിളിച്ചു വരുത്തി, ഋഷിമുനിമാരെ വിളിച്ചു വരുത്തി, എല്ലാം വേണ്ടതുപോലെ അശ്വമേധ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. കാരണം ഇതിനെന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് യാഗത്തിലും എല്ലാവരും സന്നിഹിതരാകും. ത്രിമൂർത്തികൾ ഉൾപ്പെടെ എല്ലാ ഋഷിമുനിമാര്, ദേവന്മാര്, സകലവരും വന്ന് എന്താ, ഒരു യാഗത്തിന് ശേഷം ഇവർക്ക് അനുഗ്രഹം കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലെസ്സിങ്സ് വേണം എന്ന് പറയുന്നത്? നമ്മുടെ വാക്കുകളെല്ലാം തന്നെ ഫലപ്പെടണമെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ട് അനുഗ്രഹം വേണം. ഗുരുവിന്റെ അനുഗ്രഹം വേണം, അച്ഛനമ്മമാരുടെ അനുഗ്രഹം വേണം, ഈശ്വരന്റെ അനുഗ്രഹം വേണം. അനുഗ്രഹം ഇല്ലാതെ എവിടെയാണ് നമ്മൾ ദേവിയുടെ 4 നമ്മൾ കണ്ടു കർമ്മങ്ങൾ, സൃഷ്ടി സ്ഥിതി സംഹാരം കണ്ടിട്ട് തിരോധാനം നമ്മുടെ ഭാഗമല്ല. പക്ഷെ അനുഗ്രഹം ഒന്നുണ്ടെന്ന് നമുക്കറിയാം, അതും നമ്മുടെ ഭാഗത്തല്ല. എവിടെയാ വരുന്നത്? ഈശ്വരൻ്റെതാണ്. നമുക്കിതെല്ലാം ഉണ്ടാക്കി നിലനിർത്തി എന്താ പറയുക, തന്നിൽ ലയിപ്പിക്കുന്ന ശക്തിക്ക് അടുത്തത് എന്താണ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ തിരോധാനം എന്ന് പറയുന്നതും അനുഗ്രഹം എന്ന് പറയുന്നതും എവിടെ നിന്ന് വരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് നിന്ന് അജ്ഞാതമായിട്ടുള്ള ഒരു ശക്തി വൈഭവമാണ് നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മള് ഭാഗ്യം എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് അനുഗ്രഹം. ചിലര് പറയും എല്ലാം ഉണ്ട്, ഭാഗ്യമില്ലാതായി പോയി എന്ന് പറയില്ലേ? എന്താ ഈ ഭാഗ്യമില്ലായ്മ? ഈശ്വരാധീനത്തിന്റെ കുറവ്. എന്തുകൊണ്ടാണ് ഈശ്വരാധീനം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈശ്വരൻ തൃപ്തനല്ല. സാധാരണ ഈശ്വരൻ എന്താ അവിടെ ഒരു ഡിസ്പാരിറ്റി വരുന്നത്? ഈശ്വരൻ തൃപ്തനാവാൻ എന്തൊക്കെ ഞാൻ ചെയ്തു, അങ്ങനെയല്ല. ഈശ്വരന്റെ തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ചെയ്യുന്ന ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈശ്വരനോട്ട് അടുക്കാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യും? പ്രപഞ്ചത്തിൽ നമുക്ക് തിരിച്ച് അനുഗ്രഹമായിട്ട് ബൗൺസ് ചെയ്യും. അല്ലാതെ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് പാപങ്ങളല്ല, അതെല്ലാം നമുക്ക് എന്താ പറയുക, അതിനൊരു പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. കാരണം നമ്മൾ എന്തൊക്കെയോ നേടിയെടുക്കാൻ ഈ ഭൂമിയിൽ കുറച്ച് പേരിനും അതിനുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അനുഗ്രഹമാവില്ല, നമ്മുടെ ആഗ്രഹം. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്ന അദൃശ്യ ശക്തി, പ്രത്യേകിച്ച് ഉപാസനാ മാർഗത്തില് തന്റെ ആത്മശക്തിയെ നമ്മൾ അറിയാനുള്ള യാത്ര, ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെയാണ്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഈശ്വരീയ ശക്തിയാണ്. അതുണ്ടെങ്കിലേ ഭൂമിയിൽ ഭാഗ്യം ഉണ്ടാവുള്ളൂ, അതുണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ചത് നേടാൻ കിട്ടുള്ളൂ. അത് തരേണ്ടത് ഈശ്വരനാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാത ശക്തിയാണ്. ആ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാര്യവും പൂർണ്ണമായി നടക്കില്ല. എത്രത്തോളം ഈ ഋഷിമുനിമാരൊക്കെ വന്നിരുന്ന് അനുഗ്രഹിക്കുന്ന എന്തിനാ? പണ്ടൊക്കെ നമ്മള് ഋഷിമുനിമാരുടെ അനുഗ്രഹം വാങ്ങിക്കും എന്ത് കാര്യത്തിനും.
കാരണം അവര് തപസ്സിൽ അത്രയും ഉച്ചകോടി നിൽക്കുന്നവരാണ്. അവർക്ക് അനുഗ്രഹിക്കാനുള്ള നല്ല, അവര് ശപിച്ചാലും നടക്കും, അനുഗ്രഹിച്ചാലും നടക്കും. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് പുണ്യം ഒരുപാട് ആഡ് ചെയ്യുക. പുണ്യത്തിന്റെ പ്രഭാവത്തിൽ മാത്രമേ ഈശ്വരീയ ശക്തിക്ക് തന്റെ മകളോ മകനോ ആയിട്ട് വരാൻ പറ്റും. അപ്പൊ ഈ യാഗകർമ്മങ്ങളെല്ലാം തന്നെ, യജ്ഞം, യാഗം എല്ലാം തന്നെ എന്താ, അവിടെ ഇവരെ എല്ലാം വിളിച്ചു വരുത്തി കാല് കഴിച്ച് ഊട്ടി അവർക്ക് ആഹാരം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരെന്ത് ചെയ്യും, നിങ്ങൾ എന്താണോ കാമ്യ കർമ്മങ്ങളാണെങ്കിൽ അവരുടെ യാഗം കഴിയുമ്പോൾ അവര് ഈ രാജാവിന്റെ രാജ്ഞിയും അവർക്ക് സംഭാവനകൾ കൊടുത്ത് അവരുടെ കാലിൽ നമസ്കരിക്കുമ്പോൾ അവര് പറയും, എല്ലാം തഥാസ്തു, എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ, മനോകാമനകളെല്ലാം പൂർത്തീകരിക്കട്ടെ. അതാണ് അവിടെ ഈ യാഗം ചെയ്യാൻ കാരണം. അപ്പൊ എത്രത്തോളം അനുഗ്രഹം കിട്ടിയാലാണ് ഈശ്വരീയ ശക്തിയെ നമുക്ക് എന്താ പറയാ, ഒരു അച്ഛനും അമ്മയുമായിട്ട് ഒരു ഈശ്വരീയ ശക്തിയെ ഭൂമിയിൽ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് അശ്വമേധ ഇവർക്ക് പോരാ, പുണ്യം ചെയ്ത ഇവര് ഹിമവാനാണ്, വിദ്യാവതിയാണ്, മേനാദേവിയാണ്, പാർവതി ദേവിയുടെ അച്ഛനമ്മമാരാണ്, എന്നിട്ടും ഇവർക്ക് പുണ്യം പോരാ. നോക്കൂ, ഇനി മീനാക്ഷി ദേവി വരണമെങ്കിൽ ഇവരെത്ര ഇനിയും പുണ്യം സമ്പാദിക്കണം. അതുകൊണ്ടാണ് അഗസ്ത്യൻ പറഞ്ഞത് അശ്വമേധയാഗം നടത്തൂ. അപ്പോ ആ ഒരു എന്താ പറയാ, അഗസ്ത്യക്ക് അറിയാം കർമ്മങ്ങളെല്ലാം പരിഭാഗപ്പെട്ടാലേ ഈ കോടി അശ്വമേധ യാഗം ചെയ്താൽ പോലും കാണാൻ പറ്റാത്ത പരാശക്തിയെ മകളായിട്ട് കിട്ടണമെങ്കിൽ ഒരു അശ്വമേധ യാഗം ചെയ്താൽ മതിയോ? പോരാ. കോടി അശ്വമേധ യാഗം ചെയ്താലും ദേവിയുടെ പാദ സ്പർശനം കിട്ടിയ ഒരു തരി മണ്ണ് പോലും കാണണമെങ്കിൽ അത്രയും പുണ്യം വേണം. ഈ പരാശക്തിയെ മകളായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയും ഇനിയും ധാരാളം പുണ്യകർമ്മങ്ങള്, പുണ്യത്തിന്റെ ഫലമായിട്ട് നല്ല സന്തതികൾ നമുക്കുണ്ടാവും. പാപത്തിന്റെ ഫലമായിട്ട് എന്താ ഈ പാപപുണ്യങ്ങൾ നമുക്ക് ഈ സന്തതി പരമ്പരയിൽ കൂടെ എന്ന് പറയാൻ കാരണം, സന്തതികൾ എന്ന് പറയുന്നത് നമുക്ക് സുഖദുഃഖങ്ങളെ തരുന്നവരാണ്. അവര് നമുക്ക് സുഖം, കാരണം നമ്മൾ അവരുടെ അച്ഛനമ്മമാരായിരിക്കുന്ന കാലത്തോളം അവർക്ക് വരുന്ന സുഖദുഃഖങ്ങളെല്ലാം തന്നെ നമ്മളെയും കുറച്ച് ബാധിക്കും. കാരണം നമ്മൾ കുറച്ച് അറ്റാച്ച്ഡ് ആയതുകൊണ്ട്. സാധാരണഗതിയിൽ അവർ 22-21 വയസ്സ് കഴിഞ്ഞ് അവർ പൂർണ്ണമായിട്ട് ഡിറ്റാച്ച്ഡ് ആവണം അച്ഛനമ്മമാർ അവരിൽ നിന്ന്. കാരണം അവരുടെ കർമ്മങ്ങൾ അവർക്ക് അനുഭവിച്ച് തീർക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. 90 വയസ്സായാലും അവരെ നമ്മൾ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കളെ, എന്റെ മക്കളെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നില്ല. അപ്പോ ഈ ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ പറയുക, ഉയർന്ന, ശരിക്കും പറഞ്ഞ പുണ്യമുള്ള മക്കൾ എന്ന് പറയുന്നത് എന്താ, ശരിക്കും ആ ഒരു ആത്മീയമായിട്ട് സ്പിരിച്വലി ഉയർന്ന മക്കളെയാണ് പുണ്യം എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് പണം സമ്പാദിച്ച് 5-6 നില കെട്ടിടം വയ്ക്കുന്നതോ അവർ വലിയ എന്താ പറയുക ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നതോ അല്ല പുണ്യം. ആ ഒരു യഥാർത്ഥ തന്റെ സ്വരൂപത്തെ അറിഞ്ഞ് അച്ഛനമ്മമാർക്ക് ബലികർമ്മങ്ങൾ ചെയ്ത് അച്ഛനമ്മമാരുടെ കാലുകളെ വന്ദിച്ച് തന്റെ സ്വരാഷ്ട്രത്തെ സ്വന്തം അമ്മയായിട്ട് കണ്ട് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്ന മക്കൾ, അവരെയാണ് നാഗ നരകത്തിൽ നിന്ന് കടത്തിവിടാൻ പറ്റുന്ന പുത്രൻ. എല്ലാ പുത്രന്മാർക്കും കടത്തിവിടാന്ന് പറയുന്നില്ല. ഗരുഡ പുരാണം പറയുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്ത പുത്രന് അച്ഛനെയും അമ്മയും നാഗ നരകം കടത്തിവിടാൻ പറ്റും. അല്ലാതെ എന്താ പറയാ, കുറെ പണം ഉണ്ടാക്കി എന്ന പണം നമുക്കറിയാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഏത് അധർമ്മ പ്രവൃത്തി ചെയ്താലും പണം എന്ന് പറയുന്ന കുറെ നോട്ടുകെട്ടുകളുടെ വിലയുള്ളെന്ന്. പക്ഷെ ധാർമ്മികമായിട്ട് ജീവിക്കുന്ന ഒരു പുത്രനാണ് ഒരു അച്ഛനമ്മമാരുടെ അസറ്റ് എന്ന് പറയുന്നത്. അതാണ് പുണ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുട്ടി, അങ്ങനെ ഒരു മകനെയോ മകളെയോ കിട്ടണമെങ്കിൽ അച്ഛനമ്മമാരും ഒരുപാട് തപസ് ചെയ്തിരിക്കണം. അവർക്കും പൂർവ്വജന്മ പുണ്യം വേണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാഞ്ചനമാലയോടും മലയധ്വജ പാണ്ഡ്യനോടും അവർക്ക് എന്താ പുണ്യം ഇല്ലാത്തവരാ? എത്ര ജന്മങ്ങളായിട്ട് അവര് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പക്ഷെ അതും പോരാ. അതുകൊണ്ട് ഈ ദേവിയെ, ലളിതാ ത്രിപുര സുന്ദരിയായിരിക്കുന്ന മഹാശക്തിയെ ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ അവര് ചുമ്മാ ചോദിച്ചതാണ്. ചുമ്മാ അല്ല, ആഗ്രഹം കൊണ്ട് വെറുതെ കളിയായിട്ട് ചോദിച്ചെങ്കിലും ദേവിയെ മകളായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ഒരുപാട് കർമ്മ പരിഭാഗപ്പെടേണ്ടി വരുന്നു. അഗസ്ത്യൻ അതറിയാം. അതുകൊണ്ടാണ് അഗസ്ത്യൻ പറഞ്ഞത്, എന്താ പറയാ, ആ ഒരു കർമ്മങ്ങൾ ഇനിയും നിങ്ങൾക്ക് പരിഭാഗപ്പെടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് അശ്വമേധ യാഗം ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ദുർവാസാവ് ഇവരെ ശപിച്ചതും ഈ എല്ലാം കാരണങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവര് ഭൂമിയിൽ വരാൻ കാരണം. ആ ഭൂമിയിൽ വന്നിട്ടും ദുർവാസാവ് പറയാണ്, ഇവരുടെ ആഗ്രഹം ചില്ലറയൊന്നുമല്ല. അഗസ്ത്യനോട് ദുർവാസാവ് പറയുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭാഷണത്തിൽ, ഇവരുടെ ആഗ്രഹം ചില്ലറയല്ല. അവർക്ക് ഒരു ജന്മം പാർവതിയായിട്ട് വന്നു ഭഗവതി, ഇനിയും അവർക്ക് മകളായിട്ട് വരണമെങ്കിൽ അവരുടെ കർമ്മം ഇത് പോരാ, ഇനിയും അവർക്ക് ഒരുപാട് കർമ്മ പരിഭാഗപ്പെടേണ്ടിയിരിക്കണോ. അതുകൊണ്ട് അഗസ്ത്യ, ഞാൻ അതുകൊണ്ടാണ് ഒന്നും പറയാതെ മറഞ്ഞു കളഞ്ഞതെന്ന് ദുർവാസാവ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അഗസ്ത്യനോട് അവര് അത്രയും ഗുരുഭക്തിയുള്ള കാഞ്ചനമാലയും
മലയധ്വജ പാണ്ഡ്യനും തിരിച്ചൊരു വാക്കുപോലും ചോദിക്കാതെ എന്താണോ പറഞ്ഞത് അത് തന്റെ പുണ്യകർമ്മങ്ങളാണോ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാ മുനിമാരെയും, ഋഷിമുനിമാരെ, മഹത്തുക്കളെ, അഷ്ടദിക്പാലകരെ, ആ ഒരു ത്രിമൂർത്തികളെ എല്ലാവരെയും ക്ഷണിച്ച് അശ്വമേധ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. തന്റെ ഗുരുവില് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു മലയധ്വജനും. വളരെ ആഡംബരമായിട്ട് കോലാഹലത്തോടുകൂടി അശ്വമേധ യാഗം നടത്തി. എല്ലാ ഋഷിമുനിമാരും, സനകാദികള്, അത്രി, അംഗീരസ്, വിശ്വാമിത്രൻ എല്ലാവരും സന്നിഹിതരായിരുന്നു. എല്ലാവർക്കും ദാനധർമ്മങ്ങൾ കൊടുത്തു. ഓരോരുത്തരെയും വീണ് വീണ് നമസ്കരിച്ചു. എല്ലാവരും അനുഗ്രഹം കൊടുത്തു. എന്താണ് സർവ മനോകാമനകളും പൂർത്തീകരിക്കട്ടെ എന്നവര്. അതിന് പ്രത്യേകിച്ച് ഋഷിമാരുടെ അനുഗ്രഹം വളരെ വളരെ ഉയർന്നതാണ്. അവരുടെ വാക്കുകൾ സത്യവാക്കാണ്. അവരുടെ അനുഗ്രഹം വെറുതെ പോവില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, എത്ര പേർക്ക് കൊടുത്തു എന്നറിയില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് ആ ഒരു കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അവർ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പക്ഷെ ഒരു അശ്വമേധ യാഗമാണ് ചെയ്യാൻ പറഞ്ഞത്. അഗസ്ത്യൻ ഒന്നേ പറഞ്ഞോളൂ. ഇവര് കാത്തിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞു, വീണ്ടും കുട്ടിയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ മലയധ്വജ പാണ്ഡ്യന് ഒരു സംശയം, ഇനി അദ്ദേഹം ഒന്നൊന്നല്ലേ പറഞ്ഞത്, പോരായിരിക്കും അല്ലെ? ശരി, ഒന്നും കൂടെ ചെയ്യാം. അദ്ദേഹത്തോട് ഇനി ചെന്ന് ചോദിക്കുന്നത്, അശ്വമേധ യാഗം നടത്തുന്നേ പറഞ്ഞോളൂ, പുണ്യം കുറച്ചുകൂടെ സമ്പാദിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു യാഗത്തിന്റെ ഫലം പോരായിരിക്കും എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, വീണ്ടും രണ്ടാമതൊരു അശ്വമേധ യാഗം. കുട്ടി ജനിച്ചില്ല, അപ്പൊ എന്തെങ്കിലും കാരണം കാണും. ഇദ്ദേഹത്തോട് ചോദിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹം അനുഗ്രഹിച്ചു ചെയ്യാൻ പറഞ്ഞു. എത്ര എണ്ണം എന്ന് പറയാത്തതുകൊണ്ട് അടുത്തതിന് വീണ്ടും അശ്വമേധ യാഗം നടത്താൻ, അടുത്ത അശ്വമേധ യാഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഒരു അശ്വമേധം എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപ ചെലവുള്ളതാണ്. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു അശ്വമേധം എന്ന് പറഞ്ഞാൽ ഒരു കുതിരയെ ഇറക്കി വിട്ട് അതിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിയാല് അവരോട് യുദ്ധം ചെയ്ത് കുതിരയെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് രാജ്യങ്ങളെല്ലാം ജയിച്ച് രാജാവിന് ചക്രവർത്തി പദവി കൊടുക്കും. 99 അശ്വമേധം ചെയ്താല് 100ാമത്തെ അശ്വമേധത്തിന് എന്താ കിട്ടുന്നത്? ഇന്ദ്രന്റെ പദവിയാ കിട്ടുന്നത്. നമ്മൾ കണ്ടു, മഹാബലി 99 യാഗങ്ങൾ നടത്തി. ഇതേപോലെ അശ്വമേധം നടത്തിയിട്ട് 100ാമത്തെ അശ്വമേധം പൂർത്തീകരിക്കുന്നതിന് മുമ്പെയാണ് ആര് വരുന്നത്? അദ്ദേഹത്തിന്റെ ആ ഇന്ദ്ര പദവിയെ മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തില് ആ മഹാവിഷ്ണുവിനെ വാമന രൂപത്തിൽ പറഞ്ഞു വിടുന്നത്. അപ്പോ 100 അശ്വമേധം എന്ന് പറഞ്ഞ ഒരു ഇന്ദ്രന്റെ പദവിയാണ്. അപ്പൊ ഇദ്ദേഹം ആ ഇന്ദ്രന്റെ പദവിക്കോ ആരുടെയെങ്കിലും സാമ്രാജ്യ ചക്രവർത്തി ആവാനോ ഒന്നുമല്ല. തനിക്ക് ഒരു കുട്ടി വേണം, തന്റെ ആ ഒരു രാജധാനിയെ കാത്തുരക്ഷിക്കാൻ, ഇല്ലെങ്കിൽ തനിക്ക് ഭരണമേൽപ്പിച്ചിട്ട് തന്റെ അടുത്ത വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോകാൻ. ഇത് മാത്രമേ മലയധ്വജ പാണ്ഡ്യന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും ഒരെണ്ണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, വീണ്ടും കാത്തിരുന്നു. ശരി, ഒരെണ്ണം കൂടെ ചെയ്യാന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അടുത്ത അശ്വമേധം ആ ഒരു ചക്രവർത്തി പദവി ഒന്നും ചിന്തിക്കാതെ അടുത്ത അശ്വമേധത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങുകയാണ്. അപ്പോ അശ്വമേധം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പൊ ഇനി തിരിച്ചു ചെന്ന് ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഗുരുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് എന്ത് ചെയ്യും? തനിക്ക് കുഞ്ഞുണ്ടായില്ലെങ്കിലോ ഈ ഭയം കൊണ്ട് അഗസ്ത്യനോട് ചോദിക്കാതെ അടുത്ത അശ്വമേധ യാഗം അദ്ദേഹം എല്ലാം പൂർത്തീകരിച്ചു. എല്ലാം ഇതുപോലെ എല്ലാവരെയും വിളിച്ചു വരുത്തി സകലവർക്കും നല്ല ഭംഗിയായിട്ട് രണ്ടാമത്തത് ചെയ്തു. അപ്പൊ തനിക്കൊരു കുഞ്ഞുണ്ടാകും. അദ്ദേഹത്തിന്റെ സത്യവാക്കാണ് അഗസ്ത്യന്റെ. അചഞ്ചല വിശ്വാസമാണ്, തന്റെ ഗുരു പറഞ്ഞ് നടക്കും. അപ്പൊ അടുത്തത് നടത്തി. അപ്പൊ അഗസ്ത്യൻ എന്ത് ചെയ്യുന്നു? അഗസ്ത്യനാണെങ്കിലോ ഉയർന്ന ശ്രീവിദ്യാ ഉപാസകനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്താൽ എന്താ സദ്ബലമേ കിട്ടുള്ളൂ. മലയധ്വജ പാണ്ഡ്യൻ എന്താ കാഞ്ചനമാലയും ദേവി ഉപാസകരാണ്. അപ്പൊ ഇവരെല്ലാം തന്നെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അശ്വമേധം എന്നൊക്കെ പറയുന്നത് കാലത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഒരു കുതിര പോയി വന്ന് 3 വർഷത്തിന്റെ കണക്കാ പറയുന്നത്. ഇവരെ വിളിച്ച ഋഷിമുനിമാരെ ലാസ്റ്റ് ദിവസമാണ് വിളിക്കുന്നത്. കാരണം ഈ അശ്വത്തെ തന്നെയാണ് അവിടെ ഹോമിക്കുന്നത്. ഈ ഒരു ജയിച്ചു വരുന്ന അശ്വത്തെ ഹോമിച്ച് അതിന്റെ മാംസം അവിടെ വിതരണം ചെയ്യുന്നൊക്കെയാണ് അശ്വമേധ യാഗത്തിന്റെ അവസാനം പറയുന്നത്. ഇതിനൊരു 3 വർഷത്തെ സമയം തന്നെ എടുക്കും. കാരണം അപ്പൊ അത്രത്തോളം ക്ഷമയോടുകൂടി അഗസ്ത്യൻ പറഞ്ഞതിൽ വിശ്വസിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പോ ഒരു ഗുരുവിലുള്ള വിശ്വാസം. നമ്മളാണെങ്കിലോ ആ ഒരു ഉപാസനയില് നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് പ്രാവശ്യം ഒരു മന്ത്രം ജപിക്കണം. ഉടനെ തന്നെ അത് കഴിഞ്ഞ് ഉടനെ ഒരു അഹങ്കാരം വന്നു ഉള്ളില്. ഇല്ലേ, ഞാൻ മന്ത്രം ജപിക്കുകയാണ്, ഞാൻ ശ്രീവിദ്യാ ഉപാസകരാണ്, ദേവി എന്റെ അടിമയാണ്, എന്ത് വേണമെങ്കിലും അവിടെ ചോദിക്കാം. ഇതെല്ലാം നമ്മൾ അല്ലാന്ന് പറയുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഈഗോ വരും. അത് സ്വാഭാവികമാണ്. ദേവിയോട് ഓരോന്ന് ചോദിക്കും. ഗുരു
നമ്മൾ അവസാനം രണ്ടാമത്തെ സെക്ഷനിൽ എന്താ നമ്മൾ പറയുന്ന വാക്കിന് വിലയില്ലാതാവും, ഗുരുനിന്ദ ചെയ്യും, ആ ഒരു മന്ത്രത്തെ നിന്ദിക്കും. ഇതൊക്കെ എനിക്ക് സ്വായത്തമാണെന്നുള്ള ഒരു അഹങ്കാരം വരും. എല്ലായിടത്തും ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു റേസേഴ്സ് എഡ്ജാണ്. ഒരു എന്താ പറയുക, ക്ഷുരകന്റെ കത്തിക്ക് മേളിൽ നടക്കുന്ന പോലെ എപ്പോ വേണോ മനസ്സിൽ അഹങ്കാരം. കാരണം ക്ഷുദ്രജീവികളെ, ക്ഷുദ്ര ദേവതകളെല്ലാം തന്നെ ശ്രീവിദ്യ ഉപാസനയിൽ നിന്ന് ഉപാസകനെ താഴോട്ട് കൊണ്ടുവരാൻ തലകുത്തി നിന്ന് ശ്രമിക്കും. കാരണം ഏതെങ്കിലും ഒരു ജീവൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. അതിനെയാണ് 17 സൂക്ഷ്മ ശക്തികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേവിയുടെ അടുത്ത് പറയുന്നത് സർവബാധ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത് വൈരി വിനാശനം. എന്താണ് സർവബാധ? ആബാധകള് 17 തരം ബാധാശക്തികളുണ്ട്. ഈശ്വരീയ മായയുടെ രൂപത്തിൽ വന്ന് ഈശ്വരീയ ശക്തിയിലോട്ട് പ്രയാണം ചെയ്യുന്ന ഒരു ജീവനെ താഴോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ആബാധകൾ, അതിനെയാണ് ആബാധകൾ എന്ന് പറയുന്നത്. ആ ഒരു ശക്തികളെല്ലാം തന്നെ മനസ്സിനെ മാറ്റിക്കളയും. അതായത് കുറച്ച് മന്ത്രം ജപിക്കുമ്പോൾ എന്തൊക്കെയോ നേടി എന്നുള്ള അഹംഭാവം. ഒരു കാലത്തും നമ്മൾ ടോട്ടലി സറണ്ടർ ആയിരിക്കണം ഭഗവതിയുടെ പാദത്തിൽ. ഭഗവതിയെ കഴിഞ്ഞ ഒരാളില്ല, നമുക്ക് ഗുരുവിനെ കഴിഞ്ഞ് വേറൊരു ലക്ഷ്യമില്ല. ആ ഗുരു പാദ, അതാണ് ഗുരു ചരണാംബുജ, ആ ഒരു നിർഭര ഭക്ത അജിരാത് എത്രയും പെട്ടെന്ന് ഈ സംസാര സാഗരത്തെ തരണം ചെയ്യും. നമുക്കതിൽ വിശ്വാസം വേണം. അവിടെ ചോദ്യോത്തരങ്ങളൊന്നുമില്ല, നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ശരിക്കുള്ള ഇന്നത്തെ കലിയുഗത്തിലെ ഗുരുക്കന്മാരെ അല്ല ഞാൻ പറയണത്. ഒരുപാട് പേര് പണത്തിന്റെ പേരിൽ എവിടെ പണം മേടിച്ച് ഒരു ഗുരു മന്ത്രം തരുന്നോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളണം. കാരണം അവര് മന്ത്രവാദമാണ് ചെയ്യുന്ന, മന്ത്രമല്ല. ഒരിക്കലും പണത്തിനോ പൊരുളുകൾക്കോ വേണ്ടി കൊടുക്കുന്നതല്ല മന്ത്രം. നിസ്വാർത്ഥമായിട്ട് സ്നേഹത്തോടെ ഒരു ഗുരു തന്റെ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ നന്നായിട്ട് പോകണം, തനിക്ക് കിട്ടിയ സന്തോഷം അവൻ അനുഭവിക്കണം എന്ന് പറയുന്ന ഒരിടത്തുനിന്ന് മാത്രമേ മന്ത്രം സ്വീകരിക്കാവൂ, പ്രത്യേകിച്ച് ശ്രീവിദ്യാ മന്ത്രം. അപ്പോ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന കഥകളെല്ലാം തന്നെ കഥയല്ല, കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഒരു മന്ത്രനിന്ദ, ഉപാസന ഉപേക്ഷിക്കുക, ഇതെല്ലാം തന്നെ ഒരു സാധനാ തലത്തിൽ വരുമ്പോൾ മഹാപാപങ്ങളാണ്. എത്ര ജന്മങ്ങൾ പ്രായശ്ചിത്തം ചെയ്താലും ഈ കർമ്മങ്ങൾക്ക് അതിന് പരിഹാരമില്ല. കാരണം സ്വന്തം ശ്രീവിദ്യാ മന്ത്രമൊക്കെ ഉപേക്ഷിക്കുക സ്വന്തം അമ്മയെ, പെറ്റമ്മയെ ഉപേക്ഷിക്കുന്ന പോലെയാണ്. ഗുരുനിന്ദ ചെയ്യുക, ഗുരുവിന് വിദ്യാഭ്യാസം കാണില്ല, പാവപ്പെട്ട വീട്ടിലെ ആയിരിക്കും. എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഒരു ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്രം തരുന്നു, ആ ഉപാസന ധാർമ്മികമായി ജീവിക്കുന്ന ഒരാളാണോ അത്രയും നമ്മൾ അറിയേണ്ടി. ഗുരുക്കന്മാര് മനുഷ്യരാണ്, അവർക്ക് എന്താ പറയാ ഒരുപാട് ഭൗതികമായിട്ടുള്ള ഒരുപാട് ചുറ്റുപാടുകളും കെട്ടപ്പെടലും ഉണ്ട്. നമ്മൾ ഒരു ചട്ടക്കൂട് നിർമ്മിച്ച് അതിനകത്ത് നിർത്തേണ്ട ആളല്ല ഗുരുക്കന്മാര്. അതേസമയം അവര് തരുന്ന മന്ത്രം സ്വീകരിച്ച് അവര് പറയുന്ന വഴിയിലൂടെ നടക്കുക മാത്രമേ നമുക്ക് ബാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പൊ എങ്ങനെയാണ് ദുർവാസാവ് എങ്ങനെയാ ഈ യുഗത്തിന്റെ ചര്യാനാഥനായി തീരുന്നത്? തൊടുമ്പോ ദേഷ്യ, എന്തെങ്കിലും വന്നു കഴിഞ്ഞു അറിയാതെ ചെയ്താ ദേഷ്യം, അറിഞ്ഞ് ചെയ്താ ദേഷ്യം, 5 മിനിറ്റ് താമസിച്ചാൽ ദേഷ്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ശാപങ്ങളെല്ലാം തന്നെ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താ പറയാ ദുർവാസാവ്, ദുർവസിക്കുന്നവൻ. വാസം എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവൻ എന്നർത്ഥം, പെട്ടെന്ന് കോപപ്പെടുന്നവൻ എന്നർത്ഥം, ഇതെല്ലാം തന്നെ. അപ്പൊ ഈ പക്ഷെ അദ്ദേഹം അപാര കാരുണ്യമാണ്. ഏത് ജീവനെ ശപിച്ചോ ആ ജീവന് പിന്നെ ഉയർച്ചയാണ്. അത്ര ഉയർന്ന ശ്രീവിദ്യ ഉപാസകനാണ്. അപ്പൊ ഈ ഉപാസന എന്ന് പറയുമ്പോൾ നമുക്ക് ഗുരുനിന്ദ ചെയ്യാൻ പാടില്ല, മന്ത്രത്തിൽ നല്ല വിശ്വാസം വേണം. കുറച്ച് മന്ത്രങ്ങൾ നമുക്കൊരു 10 അക്ഷരമെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം. എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ താഴെയാണ്. കാരണം നമുക്ക് ആ മന്ത്ര സാധന നമ്മൾ ചെയ്യുമ്പോൾ മന്ത്രത്തിന്റെ അതിദേവതയാണ് നമ്മുടെ ദേവത. നമ്മുടെ ശിരസിന്റെ മുകളിൽ 2 പാദങ്ങളുണ്ട്, ശിവശക്തിയാണ് അവര്. അവരിലൂടെ കിട്ടിയിരിക്കുന്ന മന്ത്രമാണത്. ഇത് എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ഇതിനൊരു അനുഗ്രഹം വേണം, ഇതിനെ നിന്ദിക്കാൻ പാടില്ല. ഇത് ചെയ്യുന്നവരെ, ദേവി ഉപാസന ചെയ്യുന്നവരെ നിന്ദിക്കാൻ പാടില്ല, സ്ത്രീകളെ നിന്ദിക്കാൻ പാടില്ല. ദാനധർമ്മങ്ങൾ വേണം, ധാർമ്മികമായിട്ടുള്ള ജീവിതം വേണം. ഒരുപാട് ചുറ്റുപാടുകളിലൂടെ വേണം നമ്മൾ കടന്നു പോകാൻ. ഒരിക്കൽ വേരുറച്ചാൽ, ആൽവൃക്ഷത്തിന്റെ വേരുറച്ചാൽ എന്താ നമ്മൾ ഭൂമിയിൽ കാണുന്നത്? ആൽവൃക്ഷം പടർന്നു നിൽക്കും, അതിന്റെ വേരുകള് വൃക്ഷത്തിന്റെ ഒരു കുഞ്ഞു വിത്തിനകത്തിരുന്ന വൃക്ഷം വലുതായിട്ട് പടർന്ന് പന്തലിച്ച് ഊർധ്വമൂലം അധശാഖം. എങ്ങനെയാണോ നമ്മുടെ ശിരസിൽ നിന്ന് താഴോട്ട് ഞരമ്പുകൾ പോയി നമുക്ക് എല്ലാ സിഗ്നൽസും നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നത്, അതുപോലെ നമുക്ക് എവിടെ നിന്ന് വരും നമ്മുടെ ആ അനുഗ്രഹം? നമ്മളെ കണ്ടിട്ടില്ലാത്ത അവ്യക്തത്തിൽ നിന്ന് ആ ഒരു ബിന്ദുവിലൂടെ നമ്മുടെ ശരീരത്തിന് എത്തിച്ചേരുന്ന ആ ഒരു ശക്തി എവിടെ നിന്നാണ്? ആകാശതത്വം. അതാണ് നമ്മൾ ഏറ്റവും ഉയർന്ന തലം. ബിന്ദു എന്ന് പറയുന്ന ബൈന്ദവ സ്ഥാനം. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മളവിടെ ആ ഒരു വിനയം,
ആ ഒരു സകലതും സമർപ്പിക്കാൻ, ഞാൻ ആരോ ആണെന്നുള്ള ഭാവം. ഈ മലയധ്വജൻ എന്തിനാണ് അഗസ്ത്യന്റെ മുമ്പിൽ എന്താ പറയാ, എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് അഹങ്കരിച്ചൂടെ? പക്ഷെ അശ്വമേധം എന്ന് പറഞ്ഞ് ഇത്ര എന്തിനാ ഇനിയും ചെയ്യിക്കുന്ന, നിങ്ങൾ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? ഞങ്ങൾ ഒരെണ്ണം ചെയ്തില്ലേ, കുട്ടി ഉണ്ടായില്ലല്ലോ, എന്തെങ്കിലും അദ്ദേഹം ചോദിക്കുന്നോ? ഒന്നും ചോദിക്കുന്നില്ല. വിനയാന്വിതനായിട്ട് എന്തെങ്കിലും കാരണം കാണും ഗുരു പറയുന്നതില് എന്ന് പറഞ്ഞ് ക്ഷമയോട്, ഈ ക്ഷമയാണ് ഒരു ഉപാസകന് വേണ്ടത്. ഒന്നും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസന അതികഠിനമായിട്ടുള്ള ഒരു എവറസ്റ്റ് കൊടുമുടി കയറി പോവേണ്ടതാണ്. പക്ഷെ ആ കൊടുമുടിയുടെ താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആ വിനയാന്വിതമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മനസ്സിന് ദേവി ഇറങ്ങി വരും. ഒരു കൊടുമുടിയും കയറാതെ പടികൾ ഇറങ്ങി താഴെ വന്ന് തന്റെ ഉപാസകനെ ചേർത്ത് പിടിച്ച് അവന് വേണ്ടത് കൊടുക്കും. ഈ കഥകളെല്ലാം നമ്മൾ അതാ കാണുന്നത്. ഉയർന്ന ആ സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞ അഭിരാമി പട്ടർ, അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ നൈർമല്യമുള്ള മനസ്സ് ആ മാത്രമാണ് പാദപങ്കജത്തെ. അഭിരാമി എന്നുള്ള ഒറ്റ വാക്ക് അമ്മ എന്ത് ചെയ്തു? തന്റെ ശ്രീചക്രമാകുന്ന കുണ്ടലം ആകാശത്തെറിയാൻ വരെ അമ്മ ഇറങ്ങി വന്നു. ഇല്ല, ശ്രീവിദ്യ ഉപാസന ചെയ്യ, നവാവരണ പൂജ ചെയ്യ, മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യ, യാഗയജ്ഞം ചെയ്യെന്ന് പറഞ്ഞു അമ്മ. അതൊക്കെ എന്താ? ദേവി വെച്ചിരിക്കുന്ന കുറെ നിയമങ്ങളാണ് നമ്മുടെ ജീവനെ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങളെ ക്ഷയിപ്പിക്കാൻ. പക്ഷെ ഇതൊന്നുമില്ലാതെ ആ ഒരു നിഷ്കളങ്കമായ മനസ്സ്, അവിടെ ആരെന്ത് പറയണു എന്നുള്ള ഒരു ചോദ്യോത്തരം അവിടെ ഇല്ല. ആ ഒരു നിഷ്കാമമായിട്ട് ആ ദേവിയിലുള്ള ഭക്തി, അവിടെ അമ്മയ്ക്ക് പടികളില്ല, ചക്രങ്ങളില്ല, ഷഠാധാരങ്ങളില്ല, ബൈന്ദവ സ്ഥാനമില്ല, ഒന്നുമില്ല. പ്രപഞ്ചമാണ് അമ്മ. എല്ലായിടത്തും അമ്മയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ വ്യത്യാസം? അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ കഥകളിലൂടെയും കാണുന്നത്. അപ്പോ ആ ഒരു എന്താ മഹാപാപങ്ങളൊന്നും നമ്മുടെ സാധനാ തലത്തിൽ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ നിന്ദിക്കാൻ പാടില്ല. എല്ലാവരെയും അമ്മയായിട്ട് തന്നെ കാണണം. ഭഗവതി ഇരിക്കുന്ന ക്ഷേത്രങ്ങളാണ് സ്ത്രീകളെല്ലാം തന്നെ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ, ഇല്ലെങ്കിൽ ദേവിയുടെ ആ പാദപത്മങ്ങളിൽ ഒരു ജന്മത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ദേവി അത്രയും സുലഭയാണ്, അതുപോലെ തന്നെ ദുർലഭയുമാണ്. കിട്ടാൻ വളരെ പ്രയാസം എന്ന് നമ്മൾ പറയണില്ലേ? പക്ഷെ ആ സ്നേഹത്താൽ കെട്ടപ്പെട്ട് കഴിഞ്ഞ അമ്മയെ ഒരു നിമിഷം കൊണ്ട് അവർക്ക് കിട്ടിയിരിക്കും. അതാണ് ആ വ്യത്യാസം. അതുകൊണ്ടാണ് സുദുർലഭ എന്നും പറയും, വളരെ സുലഭയാണെന്നും പറയും. ഒത്തിരി ദൂരെയാണെന്ന് പറയും, ഒത്തിരി അടുത്താണെന്നും പറയും. ഈ രണ്ടും പറയാൻ കാരണം എന്താ? രണ്ടും അവരവരുടെ ഓരോ ജീവന്റെയും കർമ്മത്തിന്റെ ഫലം അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരാൾക്ക് കിട്ടി, ഒരാൾക്ക് കിട്ടിയില്ല, അങ്ങനെയല്ല. അവിടെ കമ്പാരിസൺ ഒന്നുമില്ല. അവിടെ ഞാൻ മാത്രം, ഏകാന്ത പഥികൻ, അമ്മയും ഞാനും. അവിടെ എന്തൊക്കെയാണ് തീർക്കേണ്ടത് അവിടെ തീർക്കുക. അവിടെ വെളിയിൽ ഒരാൾക്കും അതിനകത്ത് കയറാനില്ല. അതൊരു കോട്ടയാണ്. ആ കോട്ടയ്ക്കകത്ത്, ദുർഗമമായിരിക്കുന്ന കോട്ട, അവിടെ ദുർഗയായിട്ട് വന്ന് ഗമിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കാന്താര ദുർഗയാണെങ്കിൽ ആ ഒരു കാട്ടിനകത്തിരിക്കുന്ന സംസാരമാകുന്ന ഘോരമായിട്ടുള്ള ഈ വനാന്തരത്തിലിരിക്കുന്ന ഹിംസ്ര ജന്തുക്കളെ എല്ലാം അമ്മ വന്ന് വധിച്ച് തന്റെ 18 കൈകളിലുള്ള മഹിഷമർദ്ദിനിയായിട്ട് വന്ന് എല്ലാത്തിനെയും ഇല്ലാതാക്കി ആ മാർഗത്തെ സുഗമമാക്കി തന്ന് തന്റെ ഭക്തനെ തന്നിലോട്ട് ചേർക്കും. അതാണ് അമ്മ. അവിടെയാണ് അമ്മ എന്നുള്ള വാക്ക്. അമ്മയ്ക്ക് നമുക്ക് എന്താ പറയുക, ദുഃഖങ്ങൾ തരുന്നത് നമ്മളെ എന്തിനാണ്? കൂടുതൽ സ്ഫുടം ചെയ്യാനാണ്. അഗ്നിയിൽ എങ്ങനെയാണോ സ്വർണം ഇട്ട് അത് കൂടുതൽ ശുദ്ധമായി വരുന്നത്, അതുപോലെ ജീവനെ ശുദ്ധമാക്കണം. ഇപ്പൊ നമ്മൾ ചോദിക്കില്ലേ, ഒരു അമ്മ എന്തിനാ നമ്മളെ ഉണ്ടാക്കി ഭൂമിയിൽ വിട്ടിട്ട് ഇത്രയും റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്? ഇത്രയും കോട്ടകൾക്കകത്ത് 25 കോട്ട, പിന്നെ മഹാപത്മാടവി, അമ്മ അവിടെ ചെന്നിരുന്നാ പറ്റില്ലല്ലോ. അതെന്താ ഞങ്ങളെ ഇവിടെ ഇറക്കി വിട്ടത്? കാരണം ഇറക്കി വിട്ടത് ഒരു സ്ഥലമുണ്ടെന്ന് തിരിച്ചറിയണം കുഞ്ഞിനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ കുഞ്ഞ് വന്ന ഒരു സ്ഥലമുണ്ട്, അമ്മയുണ്ടെന്ന് എന്നറിയണം. അല്ലാതെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് കാണുന്ന കാഴ്ചകളെല്ലാം പൂരപ്പറമ്പിൽ ഇറക്കി വിട്ട പോലെ ലൈറ്റും വെളിച്ചവും പാവകളിയും എല്ലാം കണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ? അമ്മയുടെ സ്ഥലത്ത് തന്നെയല്ലേ വിട്ടേക്കുന്ന? 14 ലോകങ്ങളും 724 ഭുവനങ്ങളുടെയും അധിപതിയായിരിക്കുന്ന പരാശക്തിക്ക് ഭൂമി എന്ന് പറയുന്നത് ഒരു കൊച്ചു സ്ഥലം. ഒരു എന്താ പറയാ, ആ ഒരു ബ്രഹ്മാണ്ടത്തിലെ 8ാമത്തെ സ്ഥലമാണ് ഭൂമി. അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു പ്ലേ ഗ്രൗണ്ടിലല്ലേ കളിക്കാൻ വിട്ടിരിക്കുന്നത്. അമ്മയ്ക്ക് എന്താ നോക്കാൻ പറ്റില്ലേ? അമ്മയ്ക്ക് ഭയമില്ല. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണു? അവിടെ ഇറക്കി വിട്ടപ്പോ എല്ലാം മറന്നുപോയി ഇല്ല, എത്രയോ ജന്മങ്ങളില് കടന്നുപോയി. അവിടെ കളിച്ച് മതിയാവുന്നില്ല, വീണ്ടും കളിക്ക് ഓർഡർ കൊടുക്കുക. ഓരോ ജന്മത്തിലും എനിക്ക് അത് വേണം, ഇത് പൂർത്തിയായില്ല, തൃപ്തിയായില്ല, പോരാ എന്ന് പറഞ്ഞ് അപ്പൊ അമ്മ പറയുന്നു, സാരയില്ല കുഞ്ഞെ, നീ കളിച്ചോളൂ, നിനക്ക് എത്ര ജന്മം വേണോ, നിനക്ക് ആഗ്രഹങ്ങള് പൂർത്തീകരിച്ചിട്ട് ഒരു ജന്മത്തിലെങ്കിലും നീ തിരിച്ചറിയും നിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണ്, നീ വന്നത് എവിടെയാണെന്ന് നീ തിരിഞ്ഞു നോക്കണം.
അപ്പോഴേ അമ്മ തിരിച്ചു വിളിക്കുള്ളൂ. അതുവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അമ്മേ. അമ്മ കർമ്മങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. നമ്മള് കണ്ട് ആകർഷിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന വസ്തുക്കളുടെ പുറകെ ഓടി മക്കളും മരുമക്കളും ഫ്രണ്ട്സും കുടുംബവും എല്ലാവുമായിട്ട് പാശം കൊണ്ട് ബന്ധിച്ച് അമ്മയുടെ കയ്യിലിരിക്കുന്ന പാശവും അങ്കുശവും പുഷ്പബാണങ്ങളും ഒന്നും കാണണില്ല. അങ്ങനെ ഒരു അമ്മ ഉണ്ടെന്നും അറിയില്ല. അപ്പോ എന്താ പറയാ, ഈച്ചയും പൂച്ചയൊക്കെ ചത്തു പോകുന്ന പോലെ നമ്മൾ ജന്മങ്ങളിലൂടെ കറങ്ങുന്നത് അമ്മയുടെ കുറ്റമല്ല. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് കളിപ്പാട്ടങ്ങൾ വെച്ച് ഒരു കുഞ്ഞ് കളിച്ചോണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പോ ഒരു അമ്മയ്ക്ക് സന്തോഷമല്ലേ. അപ്പൊ ദുഃഖം വരുമ്പോ മാത്രമാണ് ഇത് എവിടെ എന്ന് ചോദിക്കുന്നത്. പക്ഷെ ഏത് ജീവനും ഒരു ജന്മത്തെ കുറെ ജന്മങ്ങളുടെ അവസാനത്തില് ആ ഒരു ചിന്ത വരും. വന്നില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അവൻ ചിന്തിക്കും, ഞാൻ എവിടുന്ന് വന്നു, എന്റെ സോഴ്സ് എവിടെയാണ്, എല്ലാരും മറഞ്ഞു പോകുന്നല്ലോ, ഞാൻ എന്തിലൊക്കെയാണോ എന്റെ സ്നേഹം വച്ചിരുന്നത്, എന്തിലൊക്കെയാണോ എന്റെ പാശം കെട്ടിയിരുന്നത്, അവരൊക്കെ കാലയവനികയ്ക്കുള്ളിൽ അപ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം. എവിടെ പോയി അവര്? ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ കൂട്ടുകാർ, എന്റെ അച്ഛനമ്മ, എന്റെ ഭാര്യ ഭർത്ത ബന്ധത്തിലുള്ളവര്, മക്കള്, എല്ലാരും ഒരു ദിവസം വിട്ടുപോകുന്നല്ലോ. അപ്പൊ എനിക്കും പോകണ്ടേ എന്നൊരു ചോദ്യം എന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവിടെ സ്പിരിച്വാലിറ്റി തുടങ്ങി. എന്റെ സ്പിരിറ്റ്, എന്റെ ആത്മാവ് ആരാണ്? ഈ ആത്മാവിന് മരണമുണ്ടോ? എന്താണ് ഈ ശരീരം വിട്ടു പോകുന്നതെന്ന് ചിന്ത വരും. അങ്ങനെ ജന്മങ്ങളിലൂടെ യാത്ര ചെയ്താണ് ഇന്ന് ഈ ശ്രീവിദ്യ ഉപാസനയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ആത്മവിദ്യ, ശ്രീവിദ്യ, മഹാവിദ്യ, അഹത്തിനെ, അഹംബോധത്തിനെ മഹത്തായിട്ടുള്ള ഒരു തലത്തിൽ എത്തിച്ചേർക്കുന്ന, ഭൂമിയിൽ കിടക്കുന്ന ഒരു ജീവനെ മഹത്തായിട്ടുള്ള അഹം മഹത്താവുക. അതായത് ആ ഒരു ജീവൻ ശിവതത്വത്തിൽ ശിവനായി തീരുക, ശിവൻ മംഗളകരമായിട്ടുള്ള ശംഭുവായിട്ട് തീരുക, മരണമില്ലാത്ത അവസ്ഥയിലെത്തുക. അതാണ് ആത്മവിദ്യ, അതാണ് ശ്രീവിദ്യ. അത് നിസ്സാരമല്ല. ഒരുപാട് ജന്മങ്ങളിലൂടെ ഉപാസനയിലൂടെ കിട്ടേണ്ട ഒരു കരുത്ത് ആർജിക്കണം. അതും കലിയുഗത്തിൽ വരുമ്പോ എല്ലാ കരുത്തുകളും നഷ്ടപ്പെട്ട് ജീവിതം ഈ പറഞ്ഞ പോലെ ചുഴറ്റും. പരബ്രഹ്മ മഹിഷി ഭ്രമയിതി വിശ്വം, ഭ്രമിപ്പിക്കുക അമ്മ. ബസ്സുകൾ വന്ന് നിൽക്കുന്നു നമ്മുടെ തൊട്ടു മുന്നിൽ, എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എല്ലാരും എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു മുക്കുവൻ വലയെറിയുമ്പോ, മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി വലയെറിയുമ്പോ മത്സ്യങ്ങൾ എന്ത് ചെയ്യും? വലയ്ക്കകത്ത് കുടുങ്ങിപ്പോവും. പക്ഷെ ഈ മുക്കുവന്റെ കാലിന്റെ താഴെ നിൽക്കുന്ന മത്സ്യങ്ങൾ ഒരിക്കലും വലയ്ക്കകത്ത് കയറില്ല. അതുപോലെ ബുദ്ധിപൂർവം ആരുടെ പാദപത്മങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നു, മരണം എന്തായാലും വരും. മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആർക്കും പറ്റില്ല, അത് അമ്മ തീരുമാനിക്കും. പക്ഷെ ആ പാദപത്മങ്ങളെ ആശ്രയിച്ച് അവിടെ നിൽക്കുകയാണെങ്കിൽ എന്താ, ഭയമില്ലാതെ ശരീരത്തെ വെടിഞ്ഞു പോവാൻ പറ്റും. ആരുടെ മരണം കണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഭയം ഡ്യുവാലിറ്റിയാണ്, ദ്വൈതമാണ്. ആ ഏകമായിട്ടുള്ള സത്യത്തെ അറിഞ്ഞാല് പോകേണ്ടതാണ് ശരീരം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇനിയും എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകാം. ഏതാണെങ്കിലും നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഭയമില്ലാതെ ആ ഒരു മഹാമന്ത്രം ജപിച്ച് അമ്മയുടെ പാദപത്മങ്ങളെ സ്മരിച്ച് ആ അവസാനത്തെ യാത്ര, അതിനാണ് ലാസ്റ്റ് ജേർണി. നമ്മൾ ബർത്ത്ഡേകൾ ആഘോഷിക്കുന്ന പോലെ നമുക്ക് ഡെത്ത് ഡേയും ആഘോഷിക്കാൻ പറ്റണം. ആഘോഷമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഡെഡ് ബോഡി ആഘോഷമായിട്ട് കസേരയിൽ ഇരുത്തി ഡാൻസ് ചെയ്ത് പോകുന്ന കണ്ടിട്ടില്ലേ? അതായത് ഏറ്റവും വിമുക്തമാവുകയാണ് നമ്മൾ ഈ ഒരു കൂട്ടിനകത്തു നിന്ന്. ഈ ഒരു പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഈ കൂട്ടിൽ നിന്ന് ആ ഒരു ദേഹത്തെ വിട്ട് സ്വതന്ത്രമായിട്ട് പറന്നകലുകയാണ് തന്റെ അമ്മയുടെ അടുത്തേക്ക്. അതെന്താ? അത് നമുക്ക് മുക്തിയല്ലേ? അത് മോചനല്ലേ? അതല്ലേ സ്വാതന്ത്ര്യം? അതോ ഈ ശരീരത്തിനകത്തിരുന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുക, ശരീരത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുക, വീണ്ടും രാവിലെയും രാത്രിയുമായി ഭക്ഷണം കഴിച്ച് ജീവിച്ച് ഇതാണോ സുഖം? അറിയില്ല. ഓരോരുത്തർക്കും ഓരോ ജീവന്റെ സുഖം. ഏറ്റവും നല്ലത് സ്വതന്ത്രമായിട്ട് ശരീരത്തെ ഉപേക്ഷിച്ച് ദേഹി പോകുമ്പോഴാണ്. ദുഃഖം വരുന്നത് പാപകർമ്മങ്ങൾ അനുഭവിച്ച് ശരീരം ക്ലേശിപ്പിച്ച് എന്താ പറയാ, ആ ജീവന് പുറത്തു പോകാനായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് ദുഃഖം. അല്ലാതെ ദേവി ഉപാസകർക്ക്, അമ്മയെ ഉപാസിക്കുന്നവർക്ക് അമ്മ എന്ത് ചെയ്യും? ഭൈരവി യാതന പോലും കൊടുക്കില്ല. അവർക്ക് സുഖമായിട്ടുള്ള ശക്തി ദേവതകളെ വന്ന് അവരെ സിംഹാസനത്തിൽ ഇരുത്തി കൊണ്ടുപോകും. അതാണ് ശക്തി ഉപാസനയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ആ ഒരു മലയധ്വജ പാണ്ഡ്യൻ എന്താ ചെയ്തത്? നമുക്ക് മറ്റുള്ളവർക്ക് ദേവിയെ ഒരു ജന്മത്തിലും ആ ഒരു എത്തിച്ചപ്പെടാൻ പറ്റാത്ത ആ ഒരു പദത്തിലേക്കാണ് ശ്രീവിദ്യ ഉപാസകന് മെല്ലെ പിച്ച വെച്ച് എത്തിച്ചേരാൻ പറ്റുക. അതാണ് ശ്രീവിദ്യയുടെ മെച്ചം. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ മഹാവിദ്യയാണ്, ആത്മവിദ്യയാണ്, ജീവന്റെ വിദ്യയാണ്, ശരീരത്തിന്റെ വിദ്യയല്ല, ഇന്ദ്രിയങ്ങളുടെതല്ല, മനസ്സിന്റെ അല്ല, ബുദ്ധിയുടെ അല്ല, പിന്നെയോ ആത്മാവിന്റെ. ആത്മാവിനെ അറിയുക, അന്തർമുഖ സമാരാധ്യ.
ആ ഒരു അന്തർമുഖത്വത്തിലൂടെ മാത്രമേ ആ ഹൃദയ ഗുഹയിലിരിക്കുന്ന കേവലം ബ്രഹ്മ മാത്രം ബ്രഹ്മമായിട്ടിരിക്കുന്ന ആ സത്യത്തെ നമുക്ക് അറിയാൻ പറ്റൂ. ദേവി കടാക്ഷം എന്ന് പറയുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, അത് അപരിമേയമാണ്, അളക്കാൻ പറ്റില്ല അമ്മയുടെ അനുഗ്രഹത്തെ. അമ്മ എന്താ വാരിക്കോരി തരും. പിന്നെ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെന്താ, ആ ഒരു ജന്മത്തിലെന്നല്ല അനേകം ജന്മങ്ങളുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. ആ പുണ്യം, ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് വേണം, അചഞ്ചലമായ ഗുരുവിലുള്ള വിശ്വാസം വേണം, എല്ലാം സമർപ്പണ ബുദ്ധി അമ്മയുടെ പാദപത്മങ്ങളിൽ വേണം. ആ ഒരു എന്താ പറയാ, കുറെ ക്വാളിറ്റീസ് നമ്മൾ നേടിയെടുക്കാനാണ് നമുക്ക് പിന്നെയും പിന്നെയും ജന്മങ്ങൾ തരുന്നത്. എന്തുകൊണ്ട് ഈ ജന്മത്തിൽ അത് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഉത്തരം. നമ്മൾ ആരും തന്നെ, ഞാൻ ഉൾപ്പെടെ പരിഭാഗപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അമ്മയെ കിട്ടാത്തത്. ക്ഷമയോടെ കാത്തിരിക്കുന്ന കുഞ്ഞിന് എന്ത് ചെയ്യും, ചൂടോടെ അമ്മ എല്ലാം തരും. ക്ഷമ വേണം അവിടെ. അല്ലാതെ പെട്ടെന്ന് കുറച്ച് ജപിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, എനിക്ക് സമയമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്, 24 മണിക്കൂറും ഞാൻ ആ കാര്യം ചെയ്തു ഈ കാര്യം ചെയ്തു, എനിക്കിതിനൊന്നും സമയമില്ല എന്ന് പറയണവർക്ക് ഏതെങ്കിലും ജന്മത്തിൽ സമയം കൊടുക്കും അമ്മ. അപ്പോഴും മതി, ഈ ജന്മത്തിൽ ഈ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പോണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്താൽ മതി എന്ന് വെക്കണം. അല്ലാതെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മുഴുവൻ സമയം കൊടുത്തിട്ട് ഈശ്വരനെ വേണമെന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരനും ചുമ്മാ കിട്ടില്ല. ഈശ്വരൻ ഒരിടത്തും പോയി പിടിച്ചു മേടിച്ചുകൊണ്ട് വരുമ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വസ്തുവല്ല, ആത്മവസ്തുവാണ്. എന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചറിയണമെങ്കിൽ അതിന് കുറച്ചു നേരം മെഡിറ്റേഷൻ വേണം, അതിനായിട്ടുള്ള ചിട്ടവട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റൂ. അപ്പൊ ഇത് ഈ മലയധ്വജ പാണ്ഡ്യൻ നമുക്ക് കാണിച്ചിരുന്ന എന്താ, ഒരു അശ്വമേധ യാഗം ചെയ്തു, അദ്ദേഹം ചോദിക്കാതെ അടുത്ത അശ്വമേധവും ചെയ്യാണ്. കാരണം എനിക്ക് ഇനിയും പുണ്യം വേണം, എന്നാലേ എനിക്ക് ഈശ്വരാംശമുള്ള ദേവാംശമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. ദേവി തന്നെ കുഞ്ഞായിട്ട് അച്ഛ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് കൈവല്യ പദപ്രാപ്തിയാണ്. ദേവി സാരൂപ്യമോ സാലോക്യമോ സാമീപ്യമോ അല്ല കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? കൈവല്യ പദം. അമ്മ വന്നു കഴിഞ്ഞാൽ എന്താ, അമ്മ ഒരു കുഞ്ഞായിട്ട് ജനിച്ചാൽ, അമ്മ നമ്മുടെ ഒരു കുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ കൈവല്യ പദ പ്രാപ്തിയാണ്, പിന്നെ ജന്മങ്ങളില്ലാത്ത അവസ്ഥ. അപ്പോ നമ്മുടെ കർമ്മങ്ങൾ ദേവിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ജീവന് എപ്പോൾ എന്ത് കൊടുക്കണമെന്ന് അമ്മ തീരുമാനിക്കും, നമ്മളല്ല. എന്ത് കൊടുത്താൽ എന്ത് കൊടുക്കണം, എന്ത് കൊടുത്തുകൂടാ. അപ്പൊ നമ്മൾ കുറെ കൊട്ടേഷൻ വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ചോദിച്ചു, അത് കിട്ടിയില്ല, നമ്പർ 1, 2, 3 എന്ന് പേപ്പറിൽ എഴുതി എന്താ പറയാ ദേവിയുടെ മുമ്പിൽ കൊണ്ടിടുക. ഞാൻ ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇതെല്ലാം എനിക്ക് വേണം കേട്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട് പോയാൽ ആ പേപ്പർ അവിടെ ഇരിക്കുകയുള്ളൂ. ചിലത് നമുക്ക് വേണ്ടാത്തതായിരിക്കും. അമ്മയ്ക്കറിയാം നമുക്ക് എന്താ തരേണ്ടത്. ടോട്ടാലിറ്റിയായിട്ട് അമ്മയ്ക്ക് വിട്ടുകൊടുത്തേക്കുക. അമ്മ ചിലത് തന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെന്റെ ഭാവിക്ക് നല്ലതല്ല, അതുകൊണ്ട് അമ്മ തരാത്ത. ഒരിക്കലും ചൂടുള്ള ഒരു ചട്ടുകമോ ചൂടുള്ള ഒരു പാത്രമോ 2 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ ഒരു അമ്മ എടുത്ത് കൊടുക്കൂ. അപ്പൊ നമുക്കത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് അമ്മ തരാത്തത്. എന്തുകൊണ്ട് ദുഃഖം തന്നു? നിന്റെ കർമ്മങ്ങള് നിനക്ക് ദുഃഖമായിട്ട് ഓരോ ജന്മങ്ങളിലും നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ദുഃഖം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, സത്സംഗം ചെയ്യുക, തന്റെ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്യുന്നവന് 100% ഉറപ്പാണ് പറയുന്നത്. ഭജഗോവിന്ദത്തിൽ നിനക്ക് മുക്തി കിട്ടും. ഇതേ മാർഗമുള്ളൂ നിന്റെ മുക്തിക്ക്, അല്ലേ? ഗുരുതേ ഗംഗ സാഗര ഗമനം വ്രത പരിപാലനം അഥവാ ദാനം ജ്ഞാനവിഹീന. അതാണ് എടുത്തു പറയുന്നത്. ജ്ഞാനമില്ലാത്തവന് ക്രിയതി അനേന മുക്തിം ഭജതിന ജന്മശതേന. അനേക ജന്മം ചെയ്താലും ജ്ഞാനമില്ലാത്തവന്, ഈ അറിവില്ലാത്തവന് മുക്തി കിട്ടില്ല. എന്തൊക്കെ ചെയ്താലും അറിവിലൂടെ മാത്രം. ഭക്തി ജ്ഞാനം കൊടുക്കും. ഭക്തി യോഗം ചെയ്യുന്നവർക്ക് എന്താ ചെയ്യുക? ഒരു ഇഷ്ടദേവതയോട് നമ്മൾ ശ്രീവിദ്യ ഉപാസനയിൽ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ നമുക്ക് എന്താ തരുന്നത്? ഭക്തിയിലൂടെ ജ്ഞാനം, ശ്രീവിദ്യ, മഹാജ്ഞാനം. ആ അറിവാണ് നമുക്ക് തന്നിട്ട്, അറിവ് കൊണ്ട് മാത്രമേ നമ്മുടെ പാശങ്ങളെ, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന കയറുകളെ നമുക്ക് അഴിക്കാൻ പറ്റൂ. ശ്രീവിദ്യ ഉപാസനയിലും കയറുകൾ ബന്ധിക്കുന്നവര് ഒരുപാട് ജന്മങ്ങൾ വീണ്ടും എടുക്കേണ്ടി വരും. കാരണം ഈ ഒരു ഉപാസന കയറുകളെ അഴിക്കാനാണ്. എല്ലാത്തിൽ നിന്നും നമ്മൾ വിടണം. കാരണം നമുക്ക് ഒരു എന്താ പറയുക, കുടുംബ ജീവിതത്തിൽ തന്നെ ഒരു ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ വാനപ്രസ്ഥത്തിലെത്തുമ്പോൾ മക്കളോടുള്ള അറ്റാച്ച്മെന്റും നമ്മൾ കുറയ്ക്കണം. എല്ലാത്തിൽ നിന്നും. എന്നാലേ നമുക്ക് മനസ്സിന് സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരൊക്കെ അതാണ് പക്ഷികള്. ദേവി മഹാത്മ്യം പറയുന്നു, പക്ഷികൾക്ക് പോലും അറിയാം പക്ഷികളെ എന്ന് പറത്തിവിടുന്ന. കുഞ്ഞുങ്ങൾക്ക് കൂട്ടിനകത്ത് ആഹാരം കൊണ്ട് കൊടുക്കും, അവരുടെ ചിറക് മുളച്ച് പറക്കാറാവുമ്പോൾ പിന്നെ അമ്മയും അച്ഛനും അവരെ എന്ത് വിടും? ആകാശത്ത് പറത്തിവിടും. അവര് സ്വന്തം ഇര തേടി അവരുടെ ജീവിതം കൂട്ടിവെക്കാൻ. അല്ലാതെ അവരുടെ കൂടെ പറന്ന് നിന്നെ ഞാൻ നോക്കി കണക്ക് പറഞ്ഞ് നിന്റെ പങ്ക് മേടിച്ചു പോകുന്ന അച്ഛനമ്മമാരല്ല പ്രകൃതി നമുക്ക് കാണിച്ചിരുന്നത്. പക്ഷെ മനുഷ്യനോ അവന്റെ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ഏത് നേരവും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പൊ ചോദിക്കും ഞാൻ തനിച്ചല്ലേ, അങ്ങനെയല്ലേ. തനിച്ചെന്താ, നമ്മൾ തനിക്ക് ആ ഒരു തനിച്ചിരിക്കുമ്പോൾ ഉള്ള കൂട്ടിനെ നമ്മൾ കണ്ടെത്തണം, ആ ഭഗവതിയെ കണ്ടെത്തണം. ഏറ്റവും ഏകാന്തമായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആളാണ്, ആത്മവസ്തുവാണ് അമ്മ. ആ അമ്മയുമായിട്ട് ഇരിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് നമുക്ക് പുറത്ത് മനസ്സുള്ളത് കൊണ്ടാണ് പുറമേ ഉള്ള കാര്യങ്ങളിലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്താ നമുക്ക് ഭഗവതിയുടെ കൂടെ ഇരിക്കാൻ ഭയം? അതല്ലേ നമ്മുടെ അമ്മ. ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം എവിടെയാ? ആ പാദപത്മങ്ങൾ. ഏത് വല വീശട്ടെ, ആ പാദപത്മങ്ങളിൽ ഇരിക്കുന്നവരെ ആരും പിടിച്ചോണ്ട് പോവില്ല. മൃത്യു വരട്ടെ, രോഗങ്ങൾ വരട്ടെ, കാരണം അമ്മയുണ്ട് നമ്മളെ രക്ഷിക്കാൻ. വേദന താങ്ങാൻ, ദുഃഖങ്ങൾക്ക് താങ്ങാൻ നമുക്ക് വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. മനുഷ്യരിൽ വെച്ചാലോ, ഡിപ്പെൻഡ് ചെയ്താലോ, ഒരു ദിവസം 10 ദിവസം 1 മാസം 2 മാസം നോക്കുമായിരിക്കും. അത് ഇല്ലെങ്കിൽ ഹോം നേഴ്സ് ആയിരിക്കും നോക്കുന്ന. മക്കൾക്കും സമയമില്ല. നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ ആരായിരിക്കുന്നത്? പക്ഷെ ഒന്നിനും തിരിച്ചു പറയാതെ സന്തോഷത്തോടു കൂടി എന്നും പറയാനും കരയാനും ഒരു പാദപത്മങ്ങളേ ഉള്ളൂ. അത് ഭഗവതിയുടെ പാദങ്ങളാണ്. എല്ലാം അവിടെ ഇറക്കി വെക്കാം, എല്ലാ ദുഃഖങ്ങളും. ആ മടുക്കില്ല, നീ എന്റെ മകളല്ല, പൊക്കോന്ന് അവർ പറയില്ല. ക്യാൻസർ രോഗം വന്നാലും ഹാർട്ട് അറ്റാക്ക് വന്നാലും എന്ത് രോഗം വന്നാലും ശരീരം അഴുകിപ്പോയാലും ശരി, പക്ഷെ മനസ്സുകൊണ്ട് അവിടെ എത്തിയാല് ആ മനസ്സിന് നമുക്ക് ദേവിയുടെ പാദപത്മങ്ങളിൽ വെക്കാൻ പറ്റും. പക്ഷെ മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആ എന്താ പറയാ, നമ്മളോടുള്ള പെരുമാറ്റം കൊണ്ട് നമ്മൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോകും. കാരണം ആരൊക്കെ നമ്മളെ നോക്കുന്നു വിചാരിച്ചോ, അവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. ഇത് തന്നെ നമ്മുടെ മനസ്സിനെ താഴ്ത്തും. അതുകൊണ്ടാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് മനസ്സിനെ ബലം വയ്ക്കണമെങ്കിൽ ബലം കൊടുക്കുന്ന വസ്തുവുമായിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന കയറ് കൊണ്ട് നല്ലവണ്ണം കെട്ടണം. അതാണ് ആ ഭഗവതിയുടെ പാദപത്മങ്ങള്. ആപതിക്കും സ്മരണീയമല്ല, ആപത്തിലല്ല ചിന്തിക്കേണ്ടത്, സമ്പത്തിലും ചിന്തിക്കണം. എപ്പോഴും ആ പാദപത്മങ്ങളെ സദാ മനസ്സിൽ കൊണ്ടു നടക്കണം. അവിടെ ദുഃഖമില്ല, അവിടെ സുഖം മാത്രമേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് അമ്മ ആനന്ദ സ്വരൂപിണിയാണ്. ആനന്ദം അമ്മയുടെ അടുത്തിരിക്കുന്ന എല്ലാ ജീവനുകൾക്കും അമ്മ പകർന്നു കൊടുക്കും. അപ്പൊ അറിയേണ്ടത് അറിയും, നേടേണ്ടത് നേടും. അപ്പോ ഈ എന്താ, ഒന്നും അറിയാതെ നമ്മൾ ദേവിയെ കുറ്റപ്പെടുത്തുകയോ ബാക്കിയുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ ചുമ്മാ കലബല ശബ്ദം ഉണ്ടാക്കുന്നിടത്ത് ആവശ്യമില്ലാത്ത സംസാരിക്കുന്നവരുടെ കൂടെ ഇരുന്ന് നമ്മുടെ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യരുത്. എന്താ ഈ കലബല ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് 24 ഗുരുക്കന്മാരിൽ നമ്മൾ കാണുന്നുണ്ട്. ദത്താത്രേയന്റെ ഗുരുക്കന്മാരില് ഒരു വളകള് തമ്മില് ഒരു കന്യക അരി ഇടിക്കുന്നത് അദ്ദേഹത്തെ ആ ഒരു എന്താ പറയാ ഒലക്ക വെച്ച് അരി ഇടിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു വളകൾ തമ്മിൽ കൂട്ടി ശബ്ദമുണ്ടാക്കുക. അത് അപ്പൊ പറയുന്ന വളകൾ ഊരിക്കളഞ്ഞിട്ട് ഓരോ വളയാക്കാൻ പറയാണ്. അപ്പൊ ശബ്ദം ഉണ്ടാക്കണില്ല. എന്താണ് ദത്താത്രേയൻ അതിൽ നിന്ന് കാണിച്ചു തരുന്നത്? അനേകം ആളുകൾ കൂടുമ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത ഡിസ്കഷനും ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ബഹിർമുഖമാവരുത്. നല്ലതാണ്, കുറച്ച് നല്ല സത്സംഗങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷെ എപ്പോഴും എന്താണ്, ഒറ്റയായിട്ടിരിക്കുക, ഏകമായിട്ടിരിക്കണം. ഒരു വളയ്ക്ക് ശബ്ദമില്ല, കാരണം അത് നിശബ്ദമാണ്. അത് തന്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന ജീവനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രകൃതിയിൽ നിന്നും നമ്മളിൽ നിന്നും നമ്മളെ ഈ സത്സംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഈ കഥകളെല്ലാം തന്നെ ആ ദേവിയെ മകളായിട്ട് കിട്ടുന്ന മലയധ്വജൻ എത്ര ക്ഷമയോടുകൂടി എത്രയാണ് അദ്ദേഹം ആ കർമ്മങ്ങൾ ചെയ്യണം നമ്മൾ കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. അപ്പോൾ നേടേണ്ടത് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ക്ഷമ വേണം, എല്ലാത്തിനെയും ഗുരുവിന്റെ അനുഗ്രഹം വേണം, ദേവിയുടെ അനുഗ്രഹം വേണം. അപ്പോ ഇദ്ദേഹം മലയധ്വജ പാണ്ഡ്യൻ എന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? ആ പരാശക്തിയെ മകളായിട്ട് കിട്ടണം എന്നൊന്നും അറിഞ്ഞിട്ടല്ല, തനിക്കൊരു പുത്രനോ പുത്രിയോ വേണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇതൊരു സാധാരണ കാര്യമല്ല അശ്വമേധം എന്ന് പറയുന്നത്. അദ്ദേഹം വീണ്ടും രണ്ടാമത് ചെയ്തു. എന്ത് ചെയ്തു? ആ ഒരു പക്വത നേടാനായിരിക്കും, എനിക്ക് അനുഗ്രഹം നേടാനായിരിക്കും എന്റെ ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? രണ്ടാമത്തത് ചെയ്തു. കാലം കഴിഞ്ഞു പോയി. രണ്ടാമത്തത് കഴിഞ്ഞിട്ട് മക്കളുണ്ടായില്ല. മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, 10, 20, 30, 40 നമുക്ക് എണ്ണി പഠിക്കാം. 50, 60, 70, 80, 90 90 അശ്വമേധയാഗം ചെയ്തിട്ടും എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അഗസ്ത്യൻ ഒന്നും മിണ്ടിയില്ല. അഗസ്ത്യനെല്ലാം അറിയാം ഇല്ലേ? പാവം എന്താ പറയാ, ഈ മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയും പ്രായം അതിക്രമിച്ചു വരികയാണ്. അവർക്ക് എന്ത് ചെയ്യുന്നേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ എന്ന് തന്നെ ഭയമായി. എന്നിട്ട് പോലും ഒരക്ഷരം മിണ്ടിയില്ല. എന്ത് ചെയ്തു? തന്റെ ഗുരു പറഞ്ഞത് സത്യവാക്കാണ്, അഗസ്ത്യൻ കള്ളം പറയില്ല, ഞങ്ങൾക്ക് ദേവാംശമുള്ള കുഞ്ഞുണ്ടാവുന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരില് 90ാമത്തത് കഴിഞ്ഞു, കുട്ടിയുണ്ടായില്ല. 91, 92, 93, 94, 95, 96, 97, 98, 99ാമത്തെ അശ്വമേധ യാഗത്തിന് അദ്ദേഹം എന്താ എല്ലാം ഒരുക്കു കൂട്ടിക്കൊണ്ടിരിക്കണം. ആലോചിച്ച് നോക്കുക, എത്ര വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം പ്രായാധിക്യമുണ്ടായി. അദ്ദേഹം കാഞ്ചനമാലയും ഒരു കുഞ്ഞ് പ്രസവിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് ആ ഒരു വിശ്വാസം, തീർച്ചയായിട്ടും തന്റെ ഗുരു തന്ന
ആ ഒരു അനുഗ്രഹം പാഴായി പോവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ആള് 99ാമത്തെ അശ്വമേധ യാഗത്തിന്, അതായത് 99 ചെയ്തു കഴിഞ്ഞു, 100ാമത്തത് അതിന്റെ ആരംഭങ്ങളെല്ലാം തുടങ്ങി. അശ്വത്തെ കൊണ്ടുവന്നു, എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ദേവന്മാരും ഋഷിമാരും മുനിമാരും എല്ലാരും സന്നിഹിതരായി, എല്ലാ കാര്യങ്ങളും ഒരുക്കി ഋഷിമാരെത്തിച്ചേർന്നു. ആ സമയത്ത് അവിടെ ഇന്ദ്രൻ എത്തിച്ചേരുകയാണ്. ഇന്ദ്രൻ ആവിർഭവിച്ചു. അല്ലയോ രാജൻ, എന്താണ് അങ്ങ് ചെയ്യുന്നത്? അങ്ങ് 99 അശ്വമേധം ചെയ്തു കഴിഞ്ഞു, അങ്ങയുടെ ഉദ്ദേശം എന്താണ്? 99 കഴിഞ്ഞ് 100ാമത്തെ അശ്വമേധം ചെയ്താല് അങ്ങക്ക് എന്റെ പദവിയാണോ? അദ്ദേഹം നോക്കൂ, ഇന്ദ്രന്റെ മനസ്സ്, എന്റെ പദവിയാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇന്ദ്ര പദവിക്ക് വേണ്ടിയാണോ അങ്ങ് ചെയ്യുന്നത്? എന്നോട് മത്സരത്തിന് വരുവാണോ ചെയ്യുന്നത്? എന്റെ അടുത്ത് മത്സരിക്കരുത്, അങ്ങ് എന്ത് ചെയ്യണം? ഈ അശ്വമേധയാഗം ചെയ്യരുത് എന്ന് പറയുകയാണ് ഇന്ദ്രൻ വന്നിട്ട്. തന്റെ പദവി തട്ടിയെടുക്കുമോ എന്ന് ഭയം. അപ്പോ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പൊ പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എനിക്ക് കുലഗുരുവുണ്ട്, അഗസ്ത്യനാണ് അദ്ദേഹം. അഗസ്ത്യൻ എന്ത് പറയുന്നു അദ്ദേഹം അതുപോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് മലയധ്വജ പാണ്ഡ്യൻ പറഞ്ഞു. എനിക്ക് ഒരിക്കലും ഇന്ദ്ര പദവി വേണ്ട, ചക്രവർത്തി പദവി വേണ്ട, ഒരു പദവിയും എനിക്ക് വേണ്ട. പക്ഷെ എനിക്കൊരു പുത്രഭാഗ്യം വേണം, എനിക്കൊരു പുത്രനെയോ പുത്രിയോ വേണം. അപ്പൊ ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, അതിന് നീ എന്താ ചെയ്യേണ്ടത്? ഇനി നീ ഇങ്ങനെ അശ്വമേധം ചെയ്യാതെ പുത്രകാമേഷ്ടി യാഗം നടത്തൂ. ഈ കുതിരയെ അഴിച്ചു വിട്ടിട്ട് ഈ അശ്വമേധം അല്ല നീ 100ാമത്തത് ചെയ്യേണ്ടത്. നീ 100 ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കസേര നിനക്ക് തരേണ്ടി വരും എന്ന് പറയാണ്. നീ പുത്രകാമേഷ്ടി യാഗം നടത്തണം. ചോദിക്കൂ, നിന്റെ ഗുരുനാഥനോട് ചോദിക്കൂ, അദ്ദേഹം പറയുന്ന പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞത് എല്ലാം കേട്ടോണ്ട് അഗസ്ത്യൻ മുനി ഇരിക്കുകയാണ് അവിടെ. അദ്ദേഹത്തിന് അറിയാം എല്ലാ കാര്യങ്ങളും വരേണ്ടതുപോലെ വന്നു ചേരുന്ന. അപ്പം അഗസ്ത്യൻ പറഞ്ഞു, അല്ലയോ മലയധ്വജ, ഞാൻ ഈ മുഹൂർത്തം കാത്തിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, ഈ ഇന്ദ്രൻ പറഞ്ഞതുപോലെ ഈ യാഗം നമുക്ക് പുത്രകാമേഷ്ടി യാഗമായിട്ട് മാറ്റാം, തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് അഗസ്ത്യൻ പറഞ്ഞ് കാഞ്ചനമാലയും മലയധ്വജ പാണ്ഡ്യനെയും അനുഗ്രഹിച്ചു. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അതായത് 99 അശ്വമേധ യാഗത്തിന്റെ ഫലമായിട്ട് ഈ ഒരു പുത്രകാമേഷ്ടി നടക്കാൻ പോവാണ്. ഈ പുത്രകാമേഷ്ടിയിൽ നിന്ന് നിനക്ക് പുത്ര സൗഭാഗ്യം ഉണ്ടാകും. അപ്പൊ കുലഗുരുവും അവിടെ ഇരുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു? അശ്വമേധ യാഗത്തിന് ശേഷമുള്ള 99 അശ്വമേധ യാഗം കഴിഞ്ഞ് 100ാമത്തെ പുത്രകാമേഷ്ടി യാഗത്തിന്റെ എന്താ പറയാ അഗ്നി കൊളുത്തി. അഗ്നിയിലെ എല്ലാം പൂജകളും എല്ലാം നന്നായിട്ട് എന്താ പറയാ പൂജകളെല്ലാം നടക്കുകയാണ്. പരാശക്തിയാണ് അതിൽ ആവിർഭവിക്കുന്നതെന്ന് പറഞ്ഞില്ല, അഗസ്ത്യൻ ഒന്നും പറഞ്ഞില്ല. കാരണം രഹസ്യമാക്കി വെച്ചു. കാരണം യാഗാഗ്നിയിൽ നിന്ന് ആരാണ് വരുന്നത്, എങ്ങനെ വരണം ഒന്നും അഗസ്ത്യൻ അറിയില്ല. പരാശക്തിക്ക് എന്താ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ ഈ ഏത് രൂപത്തിൽ വരണോ? അതുകൊണ്ട് അഗസ്ത്യൻ വിചാരിച്ചു, ഇതിൽ നിന്ന് വരുമ്പോ എല്ലാവരും എന്താ പറയുക കാണട്ടെ. നമ്മൾ പറയില്ലേ, ഒരു അനുഗ്രഹമൊക്കെ നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കും, പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ഭയങ്കര സന്തോഷം, അതിനുവേണ്ടി അഗസ്ത്യൻ മിണ്ടായിരുന്നു. അഗസ്ത്യനും അറിയില്ല ഏത് രീതിയിലാണ് വരുന്നതെന്നും. അപ്പോ എന്താ പറയാ, ലളിതാ പരമേശ്വരിയാണ് വരുന്നതെന്നറിയാം, പക്ഷെ എങ്ങനെ വന്നാലും ആ ഒരു പുത്രനോ പുത്രിയുടെ ഭാവത്തിലായിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാരെ ആലിംഗനം ചെയ്യും. അപ്പോ കിട്ടുന്ന മഹാഭാഗ്യം അവര് അനുഭവിച്ചറിയട്ടെ എന്ന് കരുതി അഗസ്ത്യൻ മിണ്ടാതിരുന്നു. ദേവാംശം എന്നേ പറഞ്ഞുള്ളൂ, ദൈവമേ ബാലയായിട്ട് വരുന്നു എന്ന് പറഞ്ഞില്ല. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. അതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് കലികാലത്തില് 2 യാഗങ്ങൾ നടത്താൻ പാടില്ല എന്നാ പറയണത്. ഏതൊക്കെയാണ്? ഒന്ന് പുത്രകാമ ഇഷ്ടി, പുത്രത്തിനുള്ള ആഗ്രഹം, കാമം ഇഷ്ടി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യുക. അശ്വമേധം, ഇത് രണ്ടും നടത്തിയാല് പൂർണ്ണ ഫലം കിട്ടിയില്ല എന്നാ പറയണത്. കാരണം പുത്രകാമേഷ്ടി നടത്തിയാൽ പുത്രന്മാർ, അങ്ങനെ കിട്ടുന്ന മക്കള് ഈ കലിയുഗത്തിൽ അവര് പറഞ്ഞാൽ കേൾക്കില്ല അച്ഛനമ്മമാരെ. 2 അശ്വമേധം നടത്തിയാൽ രാജ്യമെല്ലാം തുണ്ടായിട്ട് അതിനെ സ്റ്റേറ്റ് ആയിട്ട് വിഭജിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ ചക്രവർത്തി പദം എന്ന് പറഞ്ഞാൽ നാട്ടുരാജാക്കന്മാരെല്ലാം തന്നെ ചക്രവർത്തിക്ക് കപ്പം കൊടുത്ത് അതിന്റെ അധീനതയിൽ വരണം. ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ അത് പറ്റില്ല. കാരണം എല്ലാം വളരെ ഡിവൈഡഡ് ആണ്. ഇത് രണ്ടിനും പൂർണ്ണ ഫലം കിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ, ആ ഒരു രാജ്യം തുണ്ടാണ് ഇപ്പൊ മധുരയിൽ, പിന്നെ ഇപ്പം അമ്മ ദിഗ്വിജയം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടിനും പൂർണ്ണ ഫലം കിട്ടില്ല എന്നുള്ളത് അഗസ്ത്യൻ അറിയാം. അപ്പോ എന്താ അതുകൊണ്ടാണ് ഇത് രണ്ടും ചെയ്യാത്തത്. പക്ഷെ ഇവിടെ ഈ രാജൻ വളരെ ഈ മലയധ്വജ പാണ്ഡ്യന് തനിക്കൊരു വാരിശ്, തന്റെ രാജ്യഭരണത്തെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരാളിനെ മാത്രമേ, വളരെ ഇന്നസെന്റ് ആയിട്ട് വളരെ നല്ല മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്, വേറെ ദുശ്ചിന്തകളൊന്നുമില്ല. തന്റെ ഈ മധുരയുടെ ഭരണഭാരം ഒരാളെ ഏൽപ്പിക്കണം. ആ ഒരു നല്ല മനസ്സിന്റെ ഇതായിട്ട് ഫലമായിട്ടാണ് ദേവി തന്നെ, പരാശക്തി തന്നെ പുത്രിയായിട്ട് വരാൻ ഒരു എന്താ പറയാ തീരുമാനമെടുത്തത്.
ദേവി പുത്രകാമേഷ്ടി യാഗത്തിന്റെ പൂർണാഹൂതി സമയമായി. എന്തായാലും ദേവന്മാര്, ഋഷിമുനിമാര്, മഹാന്മാര്, യക്ഷന്മാര്, ഗന്ധർവന്മാര്, ചതുഷ്ഷഷ്ടി കോടി യോഗിനികള്, ഗണദേവതകള്, മധുര നഗരത്തിന്റെ ആകാശ വീഥികളില് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഗതാഗത തടസ്സം എന്നൊക്കെ പറയില്ലേ, എല്ലാരും വന്നു. കാരണം അവിടെ അവർക്കെല്ലാം അറിയാം ആരാണ് ഉണ്ടാവാൻ പാടെ. ചിദഗ്നികുണ്ഡ സംഭൂത എന്ന നാമം മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം ലളിതാ ത്രിപുര സുന്ദരി ശ്രീചക്ര രാജരഥത്തിൽ വന്ന പോലെ ഇവിടെ വന്നെങ്കിൽ തങ്ങൾക്ക് കാണാമായിരുന്നു. തന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചനെന്ന് ആഗ്രഹിച്ച് സകലവരും, പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാവരും, അഷ്ടദിക് പാലകരുൾപ്പെടെ, ഇന്ദ്രൻ ഉൾപ്പെടെ സകലവരും, ദേവന്മാര്, ഋഷിമുനിമാര്, അവർക്ക് ഒരു മധുരാ ക്ഷേത്രത്തിലെ, മധുരാപുരിയിലെ ഒരു രാജധാനിയിലെ ചിദഗ്നി കുണ്ഡത്തിലെ പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്ന് എങ്ങനെയാണോ രാമന് പായസം കൊണ്ടുവന്നിട്ട് പിന്നെ കുട്ടികൾ ഉണ്ടാവുകയാണ്, രാമൻ ജനിക്കുന്നത്. ഇതോ ചിദഗ്നി കുണ്ഡത്തിൽ നിന്ന് ദേവി ആവിർഭൂത എത്രയോ ജന്മം, എത്ര തപസ്സിന്റെ ഫലമായിട്ടേ നമുക്കിത് കാണാൻ പറ്റൂ. എല്ലാവരും അറിഞ്ഞത് കേട്ട് 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 സകലവരും അവിടെ സന്നിഹിതരായിട്ടിരിക്കുകയാണ്. പൂർണാഹൂതി സമയത്ത് ദേവിയുടെ ആ ഒരു ആവിഷ്കാരം, ദേവി എങ്ങനെയാണ് വരണമെന്ന് കാണാൻ വേണ്ടി. പക്ഷെ എന്ത് ചെയ്തു? ആ ഒരു പൂർണാഹൂതി സമയമായപ്പോൾ ആകാശമെല്ലാം ഇരുണ്ടുകൂടി. വളരെ എല്ലാരും വിചാരിച്ചു പേമാരി പെയ്യും, ഇടിവെട്ടും, ദേവിയുടെ ചക്രരാജരഥം പൊങ്ങി വരും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് എല്ലാവരും ചുറ്റും കൂടി ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ നിൽക്കുക ദേവിയെ കാണാനായിട്ട്. എല്ലാവരുടെയും ഉള്ളില് ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്യത എന്നൊക്കെ അങ്ങ് ദേവിയുടെ ലളിതാ സഹസ്രനാമം എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണാഹൂതി ചെയ്യാണ്. മലയധ്വജ പാണ്ഡ്യനും കാഞ്ചനമാലയും തന്റെ ആഹൂതി സമയത്ത് കുലഗുരുവായിട്ടുള്ള അഗസ്ത്യൻ അവരുടെ കയ്യിലെ തൊട്ട് പൂർണാഹൂതി സമയത്ത് മംഗള ആരവം കേൾക്കുകയാണ് അവിടെ. അതായത് മംഗളസ്വരങ്ങൾ, ശംഖ് വിളിക്കുന്നു, മണിയൊച്ച കേൾക്കുന്നു. ഒരു എങ്ങനെയാണോ ഒരു മംഗള മുഹൂർത്തം ഭൂമിയിൽ സന്നിഹിതമാവുന്നത് അതുപോലെയുള്ള മംഗളധ്വനികൾ കേൾക്കുകയാണ്. വളരെ സുഗന്ധം പരക്കുകയാണ് നാല് ചുറ്റും. എല്ലാവർക്കും പെട്ടെന്ന് എന്തോ ഒരു മായ വന്ന് മൂടിയതുപോലെ, ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും വിചാരിച്ചു മഴ വരികയാണ്. അല്ല, ആകാശത്തുനിന്ന് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചിദഗ്നി കുണ്ഡത്തിൽ നിന്ന് 3 വയസ്സ് പ്രായമുള്ള ആ ഒരു പച്ച മരതക കല്ലിന്റെ ശോഭയോടുകൂടിയ ഒരു കൊച്ചു പെൺകുട്ടി അതിൽ നിന്ന് അഗ്നി ഭഗവാൻ കയ്യിലെടുത്ത് കൊണ്ടുവരുന്ന പോലെ, അഗ്നി ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ആ ഒരു കൊച്ചു പെൺകുട്ടി ഉയർന്നു വരുന്നു. പക്ഷെ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന് കുറച്ച് മുകളിലോട്ട് എത്തിയതിന് ദേവി തന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അഗ്നികുണ്ഡത്തിൽ നിന്ന് ആവിർഭവിക്കണമെന്ന് ദേവി തീരുമാനിച്ചപ്പോ തന്നെ വിചാരിച്ചു ഇത്രയും ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ദേവന്മാർക്കും തന്റെ ഒരു ആവിർഭാവം കാണാൻ വന്നിരിക്കുന്ന ഋഷിമുനിമാർക്കും ആകാംക്ഷയോട് ഇരിക്കുന്ന പ്രപഞ്ചത്തിന് മുഴുവനും തന്റെ യഥാർത്ഥത എപ്പോഴും അമ്മയ്ക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ആർക്കും, ത്രിമൂർത്തികൾക്ക് പോലും ചിന്താമണി ഗൃഹത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ വല്ലപ്പോഴും ആ അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ കരുണ എന്റെ യഥാർത്ഥ സ്വരൂപം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ അമ്മ എന്ത് ചെയ്തു? ആ കുഞ്ഞായിട്ട് വന്ന ആള് പെട്ടെന്ന് ആ രൂപത്തെ മാറ്റി ശ്രീചക്ര ബിന്ദു മധ്യസ്ഥയായിട്ട് പഞ്ചപ്രേത മഞ്ചത്തിലെ പാശാങ്കുശങ്ങളോടുകൂടി ചതുർബാഹു സ്വരൂപത്തിലിരിക്കുന്ന മഹാത്രിപുര സുന്ദരി രാജരാജേശ്വരി മഹാഭട്ടാരിക ആയിട്ടുള്ള പൂർണ്ണാഹൂതി സമയത്ത് ആ അഗ്നിയിൽ നിന്ന് പൊങ്ങി വന്ന കുഞ്ഞിന്റെ സ്ഥാനത്ത് ദേവിയുടെ പ്രകാശിക്കുന്ന രൂപമാണ് എല്ലാരും കണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? അതിവിശേഷമായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മംഗള മുഹൂർത്തത്തിൽ എല്ലാവരും മനസ്സിലെന്താ? ദേവിയെ കാണാൻ വേണ്ടിയിട്ടില്ല, ആ പരചൈതന്യമായിരിക്കുന്ന പരാശക്തിയെ പ്രാർത്ഥിച്ച് അമ്മ ദർശനം തരൂ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് അത്യുജ്വല പ്രഭയോടുകൂടി എങ്ങനെയാണ് ദേവി ഇരുന്നത്? ശിവാദിസ്ഫുരത് പഞ്ചമഞ്ചാതിരൂഢാം നവാർക്ക വർണ്ണാം നവീനേന്ദു ചൂടാം ധനുർബാണ പാശാം കുശോദ്ഭാതി ഹസ്താം പരബ്രഹ്മ പത്നിയും ഭജേ പാണ്ഡ്യബാല അവിടെ ആവിർഭൂതയാകുകയാണ്. പക്ഷെ കാണിച്ചു കൊടുത്തത് എന്താ? മനുഷ്യർക്കല്ല കാണിച്ചു കൊടുത്തത്, ദേവന്മാർക്കും തന്നെ കാണാൻ കണ്ണുകളുള്ളത്, ഉൾക്കണ്ണുകളുള്ള ആന്തരികമായിട്ടുള്ള ജ്ഞാന കണ്ണുകൾക്കെല്ലാം കാണാൻ പറ്റി ആ ഒരു ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ അതിമനോഹരമായിട്ടുള്ള ശ്രീചക്രത്തിന്റെ ബിന്ദുവിലിരിക്കുന്ന പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്ന പാശാങ്കുശങ്ങളോടുകൂടിയും ആ കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും കൂടി ഇരിക്കുന്ന മംഗള സ്വരൂപം. അഗസ്ത്യർ അപ്പൊ പ്രാർത്ഥിക്കുന്നതാണ്. അഗസ്ത്യരുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോ പറഞ്ഞത്. അല്ലയോ ഭഗവതി, അമ്മ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ആ ഒരു കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ഒഴുകിയെത്തിയതാണ്. അതുകൊണ്ടാണ് അത്യുജ്വല ദേവി 1 മിനിറ്റ് സമയം
ഒരു ജസ്റ്റ് 2 minutes എന്നൊക്കെ പറയില്ലേ, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, നമ്മുടെ കണ്ണ് അടയ്ക്കുന്നതിന് മുമ്പ് ആ രൂപം മറഞ്ഞു. അതാണ് അപ്പൊ തന്നെ അഗസ്ത്യര് പാടുകയാണ്, എന്താ പറയാ, ആ ശിവൻ ആദിയായിട്ടുള്ള ആ മഞ്ചത്തിലിരിക്കുന്ന, അല്ലയോ മഞ്ചാതിരൂഢാം, ആ ഒരു ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രഭയോട് കൂടിയിരിക്കുന്ന, അല്ലയോ അമ്മേ, ആ ധനുർ ബാണം പാശം അങ്കുശം, ഈ ഒരു രൂപം കണ്ടാൽ ഏത് ജന്മത്തിൽ ഇനി എനിക്ക് ജന്മം വേണ്ട. അവിടെ ഇരിക്കുന്നവരെല്ലാം കണ്ണ് കുളിർത്ത് ആ 1 minute ആണെങ്കിൽ 1 minute, അമ്മേ ആ പരബ്രഹ്മ പത്നി ഈ പരബ്രഹ്മ ഭക്തിയായിരിക്കുന്ന ശിവഭക്തിയായിരിക്കുന്ന സാക്ഷാൽ മഹാലളിതാ ത്രിപുര സുന്ദരി ഇതാ വന്നിരിക്കുന്നു ഭൂമിയില് പാണ്ഡ്യന്റെ പുത്രിയായിട്ട്, മലയധ്വജ പാണ്ഡ്യന്റെ ബാലാസ്വരൂപമായിട്ട്. ഭജേ പാണ്ഡ്യബാലാം, ആ പാണ്ഡ്യന്റെ ആ മലയധ്വജ പാണ്ഡ്യൻ, ഇത്രയും പുണ്യം ചെയ്ത മലയധ്വജ പാണ്ഡ്യന്റെയും കാഞ്ചനമാലയുടെയും പുത്രിയായിട്ട് ഇതാ അവതരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണില് അശ്രുക്കൾ വഴിഞ്ഞ് അമ്മാ അമ്മാ അമ്മാന്ന് അവിടെ കൂട്ട പ്രാർത്ഥന, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും യക്ഷന്മാര് ഗന്ധർവന്മാര് ഉരകങ്ങള് എല്ലാവരും ദേവിയെ കണ്ട് മതിമറന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ദേവിയുടെ രൂപം എന്തായി? 3 വയസ്സുള്ള കുഞ്ഞു ബാലയായിട്ട് മാറുകയാണ്. ആ ഒരു പുതിയ സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന ചന്ദ്രകല ശിരസിൽ ധരിച്ച് പ്രത്യക്ഷമായിട്ടുള്ള പാണ്ഡ്യരാജന്റെ പുത്രിയെ നമസ്കരിച്ചതും അവര് കാണുന്ന എന്താണ്? ആ ഒരു ദേവിയെ ഭജിക്കുകയാണ്. എന്താ പറയുക, അഗസ്ത്യനും മറ്റു മുനിമാരും ആ ദുർഗയായിട്ട് താമഗ്നിവർണം തപസാജ്വലന്തിയും എന്ന പോലെ അഗ്നിയെ പോലെ ദേവി ശോഭിച്ചു. 1 minute കഴിഞ്ഞപ്പോ വേദം ദുർഗയെന്നും ലളിതയെന്നും സ്തുതിക്കുന്ന പരാശക്തി വീണ്ടും തന്റെ പഴയ രൂപത്തിൽ 3 വയസ്സുള്ള ആ ഒരു കൊച്ചു ബാല ത്രിപുര സുന്ദരിയായിട്ട് മാറി. എങ്ങനെയാണ് ആ ബാല ഇരുന്നത്? കറുത്ത കൂന്തല്, അഗ്നിയിൽ നിന്ന് എന്താ ചുട്ടു പൊള്ളുന്ന അഗ്നിയിൽ നിന്ന് പൊങ്ങി വന്ന ആ കുഞ്ഞിന് ആ ഒരു കറുത്ത കൂന്തല്, തലമുടി അങ്ങ് എന്താ പറയാ വാർമുടി അഴിച്ചിട്ടിരിക്കുകയാണ്. അഴകൊള്ള 2 കണ്ണുകള് മീനാക്ഷി എന്ന് വിളിക്കുക. എന്താ പറയാ, മീനിന്റെ കണ്ണുകളെ പോലെയുള്ള കണ്ണുകള്. ഒരു എവിടെ നിന്നാണ് തന്റെ കാത് വരെ വിശാലാക്ഷിയെ പോലെ തന്നെ അതികരുണയുള്ള കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും എന്താ പറയാ എടുത്തു നിൽക്കുന്ന ആ ശോഭയുള്ള കണ്ണുകള്. എല്ലാവരെയും നോക്കുകയാണ്, എന്റെ അമ്മ എവിടെ, അമ്മ എവിടെയെന്ന്. കൊച്ചുകുട്ടികൾ ആദ്യം ആരെയാ നോക്കുന്നത്? അമ്മയാ നോക്കുന്നത്. ആ ഒരു തന്റെ മീനിനെ പോലെയുള്ള അക്ഷി കൊണ്ട് എല്ലായിടത്തും 4 ഭാഗത്തും നോക്കുന്ന കറുത്ത കണ്ണുകള്, അഷ്ടമി ചന്ദ്രനെ പോലെ വളഞ്ഞിരിക്കുന്ന എന്താ നെറ്റിത്തടം, ആ മദനന്റെ കരിമ്പ് വില്ല് പോലെ വളഞ്ഞ പുരികക്കൊടികള്, ചുവന്ന പാദം, മരതക പച്ച നിറത്തില് ദേവി ആവിർഭൂതയായിരിക്കണം. ആരാണ്? പാണ്ഡ്യബാലയായിട്ട്, പാണ്ഡ്യന്റെ മലയധ്വജ പാണ്ഡ്യന്റെ പുത്രിയായിരിക്കുന്ന സാക്ഷാൽ മീനാക്ഷി എന്നുള്ള പേരില് ദേവി വന്നു. ദേവി വന്നപ്പോ എങ്ങനെയാണ് ദേവി ഇരുന്നത്? 3 സ്ഥലത്തോടു കൂടിയാണ് ദേവി ജനിച്ചിരിക്കുന്നത്. അതിനാൽ ദേവിക്ക് ത്രിസ്തനി എന്ന് പേര്. 3 മൊട്ടുകള്, വിചിത്രമായിട്ടുള്ള ഒരു സ്വരൂപം. എന്തിനെ കാണിക്കണു? ഈ പറഞ്ഞ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശ്വരൻ സന്നിധിക്കടുത്ത് ചെന്ന കല്യാണ സുന്ദരേശ്വരൻ എന്നൊരു സന്നിധി ഉണ്ട് മീനാക്ഷിയിൽ. നമ്മൾ ഇനി പോകുമ്പോ, നമ്മൾ പണ്ടൊക്കെ പോകുമ്പോ എല്ലാം ശ്രദ്ധിച്ചിട്ടില്ല, ഈ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരുപാട് സന്നിധികളുണ്ട് മധുര മീനാക്ഷിയുടെ അവിടെ. അപ്പൊ ഈ ഒരു വിചിത്രമായിട്ടുള്ള രൂപം, അതായത് ത്രിസ്തനിയായിട്ട് ദേവി എവിടെ ഇരിക്കണു? സുന്ദരേശ്വരന്റെ സന്നിധിക്ക് അടുത്ത് തന്നെ കല്യാണ സുന്ദരേശ്വരൻ എന്ന് പറഞ്ഞൊരു സന്നിധിയുണ്ട്. അവിടെ മീനാക്ഷി 3 സ്ഥലങ്ങളോടുകൂടി യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതിനാണ് യുദ്ധകോലം. എന്നാൽ ആയുധങ്ങളൊന്നുമില്ല. ദിഗ്വിജയത്തിന് പോകാൻ കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും മാത്രം വെച്ച് നിൽക്കുന്ന ഒരു ദേവിയുടെ രൂപമുണ്ട്. അപ്പൊ ഭണ്ഡാസുരനെ ലളിതാദേവി എങ്ങനെയാണ് വധിച്ചതെന്ന് ഇത് ലളിതാദേവി ആണെന്ന് കാണിക്കാനാണ് അങ്ങനെ നിൽക്കുന്നത്. കാരണം കയ്യില് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും. അപ്പോ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് മീനാക്ഷി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരതക പച്ച നിറത്തിലിരിക്കുന്ന മീനാക്ഷി സുന്ദരേശ്വരനും അതീവ സൗന്ദര്യത്തോടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ കാണുന്നത്. അപ്പൊ ദേവിക്ക് എന്താ പറയണത്? 3 വയസ്സ്. അപ്പൊ കാഞ്ചിയിലാണെങ്കിൽ ദേവിയുടെ എന്താ പറയാ വല്ലത് എന്തുകൊണ്ടാണ് ദേവിക്ക് 3 സ്ഥലങ്ങൾ വന്നതെന്ന് ചോദിച്ചാല്, ദേവി ശരിക്കും ഇതൊരു കാമകലാ സ്വരൂപമാണെന്ന് പറയാം. നമ്മുടെ ശ്രീചക്രത്തിൽ വളരെ അതീവ രഹസ്യമായിരിക്കുന്ന ശ്രീവിദ്യ ഉപാസനയുടെ ഏറ്റവും എന്ന് പറയും, ഏറ്റവും ഉള്ളിലിരിക്കുന്ന ഒരു രഹസ്യമാണിത്. കാമകലാസ്വരൂപം, 3 മൊട്ടുക്കളോട് കൂടിയിരിക്കുന്ന ഭഗവതി. എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കാഞ്ചിയിലെ ദേവി വലത് കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും ഇടത് കണ്ണുകൊണ്ട് വിഷ്ണുവിനെയും നെറ്റിക്കണ്ണിൽ നിന്ന് രുദ്രനെയും സൃഷ്ടിച്ചു എന്നാണ് കഥ. അപ്പൊ 3 പേർക്കും ഒരേ സമയത്ത് സ്തന്യപാനം കൊടുക്കണമായിരുന്നു. അപ്പൊ തന്റെ സ്തനങ്ങൾ കൊണ്ട് പാലൂട്ടി എന്ത് ചെയ്തു? ഈ 3 പേർക്കും സൃഷ്ടിക്കുള്ള ശക്തി കൊടുക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവിന് സൃഷ്ടിക്ക്, വിഷ്ണുവിന് പരിപാലനത്തിന്, രുദ്രൻ എന്ത് ചെയ്തു? സംഹാരത്തിനുള്ള ശക്തി കൊടുത്തു എന്നും പുരാണങ്ങൾ കാമാക്ഷി വിലാസം പറയുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് ദേവി ഈ ക്ഷേത്രത്തില് സ്തന്യപാനം കൊടുത്ത കാമാക്ഷി തനിക്ക് എന്താ മധുരയിൽ 3 വയസ്സുള്ള മീനാക്ഷിയായിട്ട് വന്നപ്പോ അത് കാണിക്കാൻ, അതായത് കാഞ്ചിയിലിരിക്കുന്ന കാമാക്ഷി തന്നെയാണ് മധുര മീനാക്ഷി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ 3 സ്ഥലങ്ങളോടുകൂടി വന്നത്. അപ്പൊ അഗ്നിയിൽ നിന്ന് ആവിർഭവിച്ചു വന്ന ബാലയായ മീനാക്ഷി എന്ത് ചെയ്തു? ആ ഒരു ദേവിയുടെ സൗന്ദര്യം കണ്ട് സന്തോഷത്തോടു കൂടി ദേവന്മാരും വിഷ്ണുവും എല്ലാവരും തന്നെ പുഷ്പവൃഷ്ടി ചൊരിയാണ് ദേവിക്ക്. എല്ലാവരും ദേവിയെ സന്തോഷഭരിതരായിട്ട് മാറി മാറി നമസ്കരിച്ചു. ദേവി എന്ത് ചെയ്തു? ആ വേദങ്ങളെല്ലാം തന്നെ അവിടെ വന്നിരിക്കണം. എന്താ വേദങ്ങൾ? നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, വേദങ്ങൾക്ക് പുരുഷ രൂപം, ഉപനിഷത്തുകളെല്ലാം തന്നെ സ്ത്രീ രൂപമാണെന്ന്. കാരണം വേദങ്ങളെ നമ്മള് എന്താ പറയുക, വേദത്തിന്റെ അംശമായിട്ട് നമുക്ക് ശിവനിൽ നിന്നാണ് ശക്തി വരുന്നത് പോലെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ മുഖഭാഗം ശിവനെന്നും നമ്മുടെ താഴോട്ടുള്ള കഴുത്തിന് താഴെയുള്ള ഭാഗം പ്രകൃതി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വേദങ്ങളിൽ നിന്ന് വേദാംഗങ്ങളാണ് ഉപനിഷത്തുകൾ. അപ്പൊ ഉപനിഷത്തിനെ നമ്മള് പ്രകൃതിയായിട്ടും വേദങ്ങളെ പുരുഷനായിട്ടും പറയും. അപ്പൊ ഈ വേദങ്ങളെല്ലാം തന്നെ പുരുഷ രൂപം ധരിച്ചും ഉപനിഷത്തുകളെല്ലാം സ്ത്രീ രൂപം ധരിച്ച് എന്ത് ചെയ്തു? ദേവിയെ യാഗാഗ്നിയിൽ നിന്ന് ദേവിയെ വരുന്നത് കാണാനായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും വന്ന് കാത്തിരുന്നു. കാഞ്ചനമാല ഇരിക്കുന്ന പോലെ അവരും വിചാരിച്ചു എന്ത് ചെയ്തു? ഈ ദേവി ഞങ്ങളെ കാണുമ്പോൾ അമ്മാന്ന് വിളിച്ച് ഞങ്ങളുടെ അടുത്തും വരും. 108 ഉപനിഷത്തുകളാണുള്ളത്. ആ 108 പേരും 108 രൂപം ധരിച്ച് സ്ത്രീകളുടെ അമ്മമാരുടെ വേഷം ധരിച്ച് അവിടെ വന്നിരുന്നു. 4 വേദങ്ങള് എന്താ അവിടെ പുരുഷന്റെ വേഷം ധരിച്ച് ദേവിയുടെ ആവിർഭാവം കാണാൻ യജ്ഞശാലയിൽ ഉണ്ടായിരുന്നുവെന്നും ദേവി എന്ത് ചെയ്തു? കാരണം അഥവാ ദേവിയെ എന്താ പറയാ കൊച്ചുകുട്ടിയായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ദേവിയുടെ പാദപത്മങ്ങള് പതിഞ്ഞ സ്ഥലത്ത് ആ പാദധൂളികൾ തന്റെ ശിരസിൽ ധരിക്കാന് ദേവിയുടെ ആവിർഭാവം കാണാനുമാണ് ഇവരൊക്കെ വന്നത്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ കാത്തു നിന്ന സമയത്ത് എന്ത് ചെയ്തു? ആ ഒരു ജന്മപുണ്യം അവർക്ക് കിട്ടി, ദർശന ഭാഗ്യം കിട്ടി അവർക്ക്. കാരണം ദേവി യഥാർത്ഥ ത്രിപുരസുന്ദരി രൂപവും കാണിച്ചു കൊടുത്തു. ഇപ്പൊ വേദങ്ങളെല്ലാം തന്നെ ദേവിയെ നമസ്കരിച്ചു. പക്ഷെ ഉപനിഷത്തുകളായിട്ടിരിക്കുന്ന സ്ത്രീ രൂപങ്ങൾ അവിടെ തന്നെ ഇരുന്നു. കാരണം അവർക്ക് ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കണമെന്നുണ്ട്. ഉപനിഷത്തുകൾ സ്ത്രീ രൂപമായതുകൊണ്ട് എന്താ, ആ ഒരു സ്ത്രീകൾക്കെല്ലാം തന്നെ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ നമ്മള് അമ്മമാരാണെങ്കിലും അവരുടെ അമ്മമാരെന്ത് ചെയ്യും? ബാക്കിയുള്ള സ്ത്രീകൾ വന്ന് എടുത്തു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കില്ലേ? അവരൊന്ന് കുഞ്ഞിനെ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അതുപോലെ ഈ ഉപനിഷത്തുകൾ കാത്തു നിന്നു. കാരണം എന്താ പറയാ, കാഞ്ചനമാല എടുത്ത് കളിപ്പിച്ചതിന് ശേഷം കുറച്ചു സമയം ഈ കുഞ്ഞിനെ ഞങ്ങൾക്കും എടുക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിന്നു എന്ന് ശിവലീലാർണവത്തില് വളരെ വിശേഷിച്ച് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്ത് ചെയ്തു? കാഞ്ചനമാലയ്ക്കാണ് ദേവി വരം കൊടുത്തത്. മീനാക്ഷി എന്ത് ചെയ്തു? ഈ പറഞ്ഞ ആ മരതക പച്ച നിറത്തിലുള്ള മീനാക്ഷി അഗ്നികുണ്ഡത്തിൽ നിന്ന് ആ അഗ്നിയുടെ കയ്യിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി എന്ത് ചെയ്തു? ഒരു സംശയമില്ല, ഓടി അമ്മാന്ന് വിളിച്ച് കാഞ്ചനമാലയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു പരമമായിട്ടുള്ള ഭാഗ്യം എന്താ, മേനാദേവിക്ക് എത്ര ജന്മം കിട്ടി? ആ പാർവതിയുടെ ജന്മത്തിൽ കിട്ടി. ഇപ്പൊ ഇതാ കാഞ്ചനമാലയായിട്ട് എന്താ പറയാ, ആ ജന്മത്തില് മീനാക്ഷി എന്ന് പറഞ്ഞ അതേ സ്വരൂപത്തിൽ വന്ന് അമ്മാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. നീലകണ്ഠ ദീക്ഷിതര് പറയണു, ഇനി എന്താ വേണ്ടത്? ഇനി ഇതിൽ പരം ഭാഗ്യം അവർക്കിനി ജന്മമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കൈവല്യമുക്തി അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാ പറയണ. അപ്പൊ പരമശിവന്റെ ശ്വാസമാണ് വേദങ്ങള്. ഈ വേദങ്ങളെല്ലാം തന്നെ ബ്രഹ്മം എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞ ദേവിയാണ്. അപ്പൊ സാക്ഷാൽ രാജരാജേശ്വരി ഒരു കൊച്ചു ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവി ഒരു കൊച്ചു കുഞ്ഞിന്റെ രൂപത്തിൽ എന്ത് ചെയ്യണു? തമിഴ് അരശി എന്ന് പറഞ്ഞ പ്രിൻസസ് എന്നർത്ഥം. ഒരു തമിഴില് രാജകുമാരിയായിട്ട് എല്ലാവരുടെയും ഹൃദയത്തില് ആ അജ്ഞാനമാകുന്ന കിഴങ്ങിനെ തോണ്ടിയെടുത്ത് കളയണം. അതായത് ഇവര് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ മനസ്സിലെ കിഴങ്ങെന്ന് പറഞ്ഞാൽ എന്താ, വളരെ ആഴത്തില് രൂഢമൂലമായിരിക്കുന്ന അറിവില്ലായ്മ. വാരാഹി ദേവി എന്താ ചെയ്യണത്? സമുദ്രത്തിന്റെ താഴെ ചാടിപ്പോയിട്ട് തന്റെ തേറ്റമേല് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതുപോലെ നമ്മുടെ ഭൂമി തത്വം മൂലാധാരത്തിലാണ്. അവിടെയാണ് അറിവില്ലായ്മ. അവിടെയാണ് നമ്മുടെ പാശങ്ങളെല്ലാം ആ ബ്രഹ്മഗ്രന്ഥിയിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ വാരാഹി എങ്ങനെയാണോ തന്റെ തേറ്റമേൽ ഭൂമിയെ ഉയർത്തുന്ന പോലെ ഈ ദേവിയോട് എല്ലാവരും പ്രാർത്ഥിക്കണം, അല്ലയോ അമ്മേ, ഞങ്ങളുടെ അജ്ഞാനമാകുന്ന കിഴങ്ങുകൾ, രൂഢമൂലമായിരിക്കുന്ന ഈ കിഴങ്ങുകൾ അമ്മ എന്ത് ചെയ്യണം? അതിനെ തോണ്ടിക്കളയണം. ഈ ഹൃദയത്തെ ശുദ്ധമാക്കണം, മനസ്സിലെ അജ്ഞാനം മാറ്റണം, അഹങ്കാരത്തെ മാറ്റണം, എല്ലാം തന്നെ എന്താ പറയാ വേരോടെ തോണ്ടിക്കളയണം. കാരണം കുറച്ച് വേരിരുന്നാൽ എന്ത് ചെയ്യും? വീണ്ടും അത് മുളച്ചു വരും. എന്തുകൊണ്ടാണ് വിത്തിനെ വറുക്കുന്നത്? വിത്ത് വറുത്താൽ പിന്നെ പൊടിക്കില്ല.
അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന വിത്തുകൾ നമ്മൾ വറുക്കണം. വറുത്തു കഴിഞ്ഞാല് അത് പിന്നെ പൊടിക്കാതിരിക്കും. ഒരു ശകലമുണ്ടെങ്കിൽ വീണ്ടും അതിൽ നിന്ന് കരിമ്പിന്റെ മുള പൊട്ടുന്ന പോലെ. അതുകൊണ്ടാണ് ആ ഒരു മുട്ടില്ലാത്ത കരിമ്പ് ദേവി ശിവനോട് കൊണ്ടുവരാൻ പറഞ്ഞ എന്താ? മുട്ടുകളില്ല. എവിടെയാണോ ആഗ്രഹങ്ങളില്ലാതെ പൂർണ്ണ തൃപ്തി കൈവരുന്ന ഒരു ജീവന് മാത്രമേ ദേവീ പദത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതാണ് അത് കാണിക്കുന്നത്. അപ്പൊ വേരോടുകൂടി അത് തോണ്ടിക്കളയണം. കുറച്ച് വയ്ക്കല്ലേ അമ്മ, ഞങ്ങളുടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ തോണ്ടിയെടുത്ത് കളയണം. മുനിമാരുടെ ഹൃദയത്തില് എങ്ങനെയാണോ അമ്മ ജ്ഞാന ഒളിയായിട്ടിരിക്കുന്നത്, അതുപോലെ ഒരു ഹിമാലയത്തിന്റെ താഴ്വാരത്തിലെ ഒരു മാൻപേടയായിട്ട് പാർവതീ ദേവിയായിട്ട് എങ്ങനെയാണോ അമ്മ നടന്നത്, സമുദ്രങ്ങൾക്ക് എല്ലാം തന്നെ വസ്ത്രങ്ങളായി ധരിക്കുന്ന ആ ശിവന്റെ പത്നിയായിട്ട് അമ്മ എങ്ങനെയാണോ ഇരുന്നത്, അതെല്ലാം ഓരോ രൂപങ്ങള് ഈ പറഞ്ഞവരെല്ലാം ആ കൊച്ചു കുഞ്ഞിനെ കണ്ട് അവരുടെ ഹൃദയത്തില് ഫ്ലാഷ് ബാക്ക് പോലെ ദേവിയുടെ പല രൂപങ്ങളും മിന്നി മറയാണ്. അല്ലയോ ദേവി, ലളിതേ, മീനാക്ഷി, കാമാക്ഷി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ആ പരാശക്തിയുടെ മലയധ്വജ പാണ്ഡ്യന്റെ ആ ഒരു മുത്തായിട്ട് വന്ന ആ മീനാക്ഷിയെ, ആ മകളെ ബാലയായിട്ട് അവതരിച്ചു വെച്ചിരിക്കുന്ന വന്ന ആ കൊച്ചു കുഞ്ഞിനെ കണ്ട് വീണ്ടും വീണ്ടും സായുജ്യം അടയുകയാണ്. പക്ഷെ അവരുടെ മനസ്സിൽ പല പല കഥകൾ, ദേവി എങ്ങനെയൊക്കെ ജനിച്ചു ഇപ്പൊ എഴുതാൻ എന്തോ ഒരു ഭാഗ്യമാണ് അവർക്ക്. ഇവർ ഇത്രയും 99 അശ്വമേധം നടത്തിയെങ്കിലും അവർക്ക് എന്ത് ചെയ്തു? ആ ഒരു എന്താ പറയാ മഹാഭാഗ്യം കിട്ടിയല്ലോ. നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരെണ്ണം കിട്ടിക്കഴിയുമ്പോ എന്തോ ഒരു പൂർണ്ണ സംതൃപ്തിയാണ്. അതുപോലെ കാഞ്ചനമാലയ്ക്കും ആ മലയധ്വജനും ഈ പച്ച മരതകക്കല്ല് പോലെ ഇരിക്കുന്ന സാക്ഷാൽ മീനാക്ഷിയെ എന്താ പറയാ അച്ഛനമ്മമാരായിട്ട് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതോടുകൂടി അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സായുജ്യ മുക്തി കിട്ടിയെന്ന സാമീപ്യം, സായുജ്യം എല്ലാം ആ കുഞ്ഞിനെ മാറോടണച്ചപ്പോ അവർക്ക് കിട്ടി. ഈ മീനാക്ഷി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മധുരയിൽ പണ്ടേ ഒരു മീനാക്ഷി നമ്മൾ ഇന്നലെ കണ്ടു. അവിടെ ഇന്ദ്രൻ സ്ഥാപിച്ചിരുന്ന ഒരു മീനാക്ഷി ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് ഈ എന്താ പറയാ അത് വേറെയാണ്. അത് ആവിർഭവിച്ചത് നേരത്തെ തന്നെ ഇന്ദ്രൻ പ്രതിഷ്ഠ ചെയ്ത ദേവിയാണ് അവിടെ ഉള്ളത്. ആ മീനാക്ഷിയാണോ ഇത് എന്ന് എല്ലാവർക്കും തോന്നും. എല്ലാരും ചോദിച്ചു, എന്താ ആ ക്ഷേത്രത്തിൽ കണ്ട മീനാക്ഷി, ഈ കൊച്ചു കുഞ്ഞ്, ഇത് മീനാക്ഷി, അയ്യോ അത് തന്നെ ദേവി രൂപമെടുത്ത് വന്നതാണോ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. എന്താ പറയാ ചെന്ന് ഈ കുട്ടി നേരെ ചെന്ന് ഈ കൊച്ചു കുഞ്ഞ് ബാല ഓടിച്ചെന്ന് അമ്മാന്ന് പറഞ്ഞ് കാഞ്ചനമാലയെ കെട്ടിപ്പിടിച്ചതും അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് ജന്മാന്തര പുണ്യം ആ ഒരു മേനായായിട്ടും ഇപ്പൊ കാഞ്ചനമാലയായിട്ടും വന്ന ആ ഒരു വിദ്യാവതിയായിട്ടും ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിനെ കളിപ്പിക്കാൻ. അപ്പൊ ആ ഒരു കുഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ചതും ആ അമ്മയുടെ കണ്ണിൽ നിന്ന് തന്റെ ജന്മത്തിലുള്ള എല്ലാം പൂർത്തീകരിച്ച ഒരു സുഖം ആ അമ്മയുടെ കണ്ണിൽ നിന്ന് പരബ്രഹ്മത്തെ പറയുന്നത് പരബ്രഹ്മം പച്ച മരതകക്കല്ലായിട്ട് വന്നതാണോ എന്നാണ് ശിവാർണവത്തിൽ പറയുന്നത്. ആ പച്ച മരതക കല്ല് പോലെ ഇരിക്കുന്ന മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി ആ മാതൃത്വം ഉണർന്നുവെന്നും സ്തന്യം കൊടുക്കാനായിട്ട് സ്തന്യം ഒഴുകിയെന്ന അമ്മയുടെ ഒരു മാതൃഭാവം കാഞ്ചനമാലയ്ക്കുണ്ടായി. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? മലയധ്വജ പാണ്ഡ്യനെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. ഇതെന്ത് പറ്റി? ഞാനല്ലേ ഇത്ര യാഗം എല്ലാം ചെയ്ത കുട്ടി നേരെ അമ്മയുടെ അടുത്ത് ഓടിപ്പോയി. എല്ലാവരും ആരുടെ അടുത്താ പോകുന്നത്? ഏത് കുഞ്ഞും അറിവാകുമ്പോഴേ അമ്മയാണ് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത്. കുഞ്ഞ് ആദ്യമായി എവിടെയാ പോകുന്നത്? അമ്മയുടെ അടുത്ത്. ഒരു സംശയമില്ല. കാരണം 9 മാസം ആ ഗർഭപാത്രത്തിൽ കിടന്ന അമ്മയുടെ ചൂടും അമ്മയുടെ സ്വഭാവവും അമ്മയുടെ മണവും അമ്മയുടെ വികാരങ്ങളും എല്ലാം ഷെയർ ചെയ്തതാണ് ഈ കുഞ്ഞ്. ആ കുഞ്ഞ് പുറത്തു വരുമ്പോ എത്ര കണ്ണടച്ച് കിടന്നാലും അമ്മ അടുത്ത് വന്ന് അമ്മയുടെ സ്പർശം അമ്മയുടെ അടുത്ത് കിടക്കുന്നത് ആ കുഞ്ഞ് തിരിച്ചറിയും, ഇല്ലേ? അതുപോലെ തന്നെയാണ് പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന മഹാശക്തി നമ്മളെല്ലാവരും. ആ അമ്മ എന്തുകൊണ്ടാണ് നമുക്ക് ഉപാസനാ മാർഗത്തിൽ വരുമ്പോ ആ ഒരു സന്തോഷം, കണ്ണുനീര് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് മാറുകയാണ്, അവിടെ സ്പർശിക്കുന്നു, നമ്മുടെ ഹൃദയ കേന്ദ്രത്തിലിരിക്കുന്ന ദേവിയെ തൊടുമ്പോഴാണ് സാധനാ മാർഗത്തിൽ കണ്ണുനീര് വരുന്നത്. അല്ലാതെ കണ്ണുനീരെന്ന് പറയുന്നത് ഏറ്റവും പ്യുവറസ്റ്റ് വാട്ടർ ആണ്. ലോകത്തിലെ ഏറ്റവും പ്യുവർ ആയിട്ടിരിക്കണം. ഒരിടത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ കിട്ടും, ഗംഗാജലം കിട്ടും, പക്ഷെ കണ്ണുനീര് വാങ്ങിക്കാൻ കിട്ടില്ല. കാരണം ഹൃദയം ഉരുകണം, ഹൃദയത്തിൽ തൊടണം, ഹൃദയ ഗുഹയിലെത്തണം. ദുഃഖം വരും, സുഖം വരും, അതിലൊക്കെ കരയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക്. അല്ലാതെ ഉപാസനാ മാർഗത്തിൽ അമ്മ എന്ന് വിളിച്ച് കരയുന്നത് എന്താണ്? നമ്മൾ യഥാർത്ഥ അമ്മയെ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവൻ യഥാർത്ഥ സോഴ്സിൽ ചെന്ന് അമ്മയുടെ പാദപത്മങ്ങളെ തൊടുമ്പോൾ കണ്ണുനീര് വരും. അതാണ് യഥാർത്ഥ സത്യം, അതാണ് യഥാർത്ഥ ഉണ്മ. ഏത് കുഞ്ഞും അമ്മയെ കാണുമ്പോൾ തിരിച്ചറിയും. ആ ഒരു കുഞ്ഞിന്റെ സന്തോഷം അതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉപാസനയില് അമ്മ തരുന്നത്. അമ്മ എന്ന് പറയുമ്പോ കണ്ണില് വെള്ളം നിറഞ്ഞില്ല, ആരുടെയും കാണിക്കാനോ ആരും ഒരു ഷോയോ അത് കുറവോ അല്ല. ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്ന ആരുടെ അടുത്ത്? അച്ഛന്റെ അടുത്തല്ല. അച്ഛൻ മോശമെന്നല്ല, പക്ഷെ അമ്മയുടെ ഭാഗമാണ് കുഞ്ഞ്.
ദേവിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ആ ചിത്ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഉപാസനയിലൂടെ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. അതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, അതിനെയാണ് വിജ്ഞാനം. അറിഞ്ഞ് ആ ജ്ഞാനത്തിലൂടെ കയറി മെഡിറ്റേഷനിലൂടെ എന്താ പറയുക, ആ ഒരു കണ്ടംപ്ലേഷൻ, സദാ അമ്മയെ വിചാരിക്കുന്ന ഒരു മനസ്സ് അവിടെ എത്തിച്ചേരും. ചില സമയങ്ങളിൽ ഏതെങ്കിലും ഉപാസന കാലഘട്ടത്തിൽ അനുഭവിക്കാത്ത ആരും കാണില്ല. യഥാർത്ഥ ഒരു ഉപാസകന്റെ ഏറ്റവും ഉയർന്ന തലമാണത്. ആ അമ്മയെ ചെന്ന് തൊടുക, അറിയാതെ മനസ്സ് അവിടെ ചെന്ന് ഒന്ന് തൊടുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം, ഒരു എന്താ പറയാ, കുണ്ടലിനി ഉണർന്നെന്നോ അമൃതവർഷം നടത്തിയെന്നോ ഒന്നും പറയണ്ട. പക്ഷെ ഒരു കണ്ണുനീര്, ഒരിറ്റു തുള്ളി കണ്ണുനീര് കണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ നമ്മൾ കണ്ടു. അതാണ് അതിന്റെ ഒരു എന്താ പറയാ ദൃശ്യം. നമ്മുടെ ഉള്ളിലെ ആ ദൃക്കിനെ കണ്ടു. ദൃശ്യങ്ങളെ കണ്ട് മടുത്ത കണ്ണുകള് അകത്തോട്ട് സഞ്ചരിച്ച് ദൃക്കിനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, അത് തന്നെയാണ് കാഞ്ചനമാലയുടെ കണ്ണിൽ നിന്ന് ആ ഒരു പരബ്രഹ്മത്തിനെ, തന്റെ സോഴ്സിനെ, എന്റെ യഥാർത്ഥ സ്വരൂപത്തെ കെട്ടിപ്പിടിച്ചപ്പോ ആ ഒരു അറിയാത്ത അമ്മയുടെ ഒരു സ്നേഹം ഒഴുകി വന്നത്, കണ്ണിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് വന്നത്, ആ കുഞ്ഞിനെ വിടാൻ തോന്നാതെ എന്താ കെട്ടിപ്പിടിച്ച് അമ്മാന്ന് വിളിച്ച ഒറ്റ വാക്കില്. ഇത് തന്നെയല്ലേ നമ്മൾ അമ്മയെ വിളിക്കുമ്പോ അമ്മയ്ക്ക് തോന്നുന്നത്? അമ്മാന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞ്. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഓരോ ജീവനാണ് അമ്മയ്ക്ക്, ഓരോ കുഞ്ഞുങ്ങളാണ്. അവിടെ നടയിൽ ചെല്ലണ്ട, കണ്ണ് ഒരു ദുഃഖം വരുമ്പോ, കൈ പൊള്ളുമ്പോ, സംസാര സാഗരത്തിലെ പൊള്ളുന്ന അനുഭവങ്ങൾ വരുമ്പോ കണ്ണുനീരോടുകൂടി ഹൃദയത്തെ തൊട്ടൊന്ന് വിളിച്ചു നോക്കൂ അമ്മ എന്ന്, അവിടെ കേൾക്കും അമ്മ. ഉറപ്പാണ്. അത് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. അനുഭവസ്ഥരാണ് ഇത് പറയുന്നത്. അനുഭവം കൊണ്ടേ ഇത് പറയാനും പറ്റുള്ളൂ. അമ്മ എന്ന് വിളിച്ചാൽ കേൾക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ആ ഉള്ളിലിരിക്കുന്ന അമ്മ. പക്ഷെ വിളിക്കണം, വിളിക്കേണ്ടതുപോലെ വിളിക്കണം, ചെല്ലേണ്ടതുപോലെ ചെല്ലുകയും വേണം. അപ്പോ അടുത്ത് വരേണ്ട എന്താ പറയാ, ആ ഒരു അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്ന് തപിക്കുകയാണ്, മലയധ്വജൻ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല, അയ്യോ ആ കുഞ്ഞു കണ്ടില്ലേ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നു. പക്ഷെ കുഞ്ഞിന് അമ്മ അഭേദ്യയാണ്. അച്ഛൻ അമ്മ കാണിച്ചു കൊടുക്കണം അച്ഛന്. ആ വളർന്നു വരുന്ന കുഞ്ഞിനെ 7-8 മാസം ആകുമ്പോ ഇടുപ്പിൽ വെച്ച് അമ്മ പറഞ്ഞു കൊടുക്കും, മോനെ അല്ലെങ്കിൽ മോളെ ഇതാ അച്ഛൻ വരണു, അച്ഛൻ വരണു. അമ്മ ചൂണ്ടിക്കാണിക്കണോ അതേ ഉള്ളൂ അച്ഛൻ. അമ്മയാണ് യഥാർത്ഥ സത്യം, യഥാർത്ഥ ഉണ്മ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശക്തി ഉപാസനയ്ക്ക് ഇത്രയും, എത്ര ഉപാസനാ മാർഗങ്ങളുണ്ട് ഭാരതത്തില്. എല്ലാ ഉപാസന, ശൈവമുണ്ട്, ശാക്തേയമുണ്ട്, എന്താ പറയാ സൂര്യ ഉപാസന ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ശക്തി ഉപാസനയ്ക്ക് ഇത്രയും ഉയർന്നതെന്ന് ചോദിച്ചാൽ അവിടെ അമ്മയാണ്. അവിടെ നമ്മൾ സഹോദരിയായിട്ടോ ചേച്ചിയായിട്ടോ മകളായിട്ടോ അല്ല കാണുന്ന, അമ്മയും കുഞ്ഞുമുള്ള പൊക്കിൾക്കൊടി ബന്ധം. ആ ബന്ധം ആർക്കും അറുത്തറിയാൻ പറ്റില്ല, ഒരു ജന്മത്തിലും പറ്റില്ല. എന്നായാലും അമ്മയുടെ സന്നിധാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നേ പറ്റൂ. ഈ ജീവിതം ശരീരം എടുത്തുകൊണ്ടേയിരിക്കും ഈ ജീവൻ. കാരണം അവസാനത്തെ ലക്ഷ്യം, അവസാനത്തെ എത്തിച്ചേരേണ്ട ആ വസ്തു ആരാണ്? ആ പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കണം അമ്മയുടെ പാദപത്മങ്ങളാണ്. അത് ഇന്ന് ശരീരത്തിലിരുന്ന് കാഞ്ചനമാല അത് അനുഭവിക്കുകയാണ്. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചപ്പോ അപ്പൊ എന്താ, ആ ഒരു അച്ഛനല്ലേ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞ ആ മലയധ്വജ പാണ്ഡ്യന്റെ ദുഃഖം കാഞ്ചനമാലയ്ക്ക് മനസ്സിലായി. എന്ത് പറഞ്ഞാലും ദേവി എന്താ കരുണാമൃത സാഗരാണ് അല്ലേ, അവ്യാജ കരുണാമൂർത്തിയാണ്. ശിവനേക്കാളും എന്താ, നമ്മൾ ശിവനെ ഭജിച്ചാൽ ഒന്നും തരാത്തത്? ശിവൻ ഒന്നും തരില്ല, ധൈര്യത്തോടെ പറയാം. ശിവൻ ഒന്നും തരില്ല, ഒന്നും കേൾക്കില്ല, നിർവികാരനാണ്, നിർഗുണനാണ്, നിഷ്പ്രപഞ്ചനാണ്, നിരാകാരനാണ്. എന്താ തരാത്തത്? അമ്മയിലൂടെ മാത്രമേ ശിവനിൽ എത്തിച്ചേരാൻ പറ്റൂ. കാരണം ശിവൻ ശവമാണ്, ശിവന് ശക്തിയില്ല, ശിവൻ ഒന്നും കേൾക്കില്ല, ഇന്ദ്രിയങ്ങൾക്കെല്ലാം അപ്പുറത്തിരിക്കുന്ന ആ ഒരു മഹാസത്യമാണ് പരശിവൻ. പ്യുവർ എനർജിയാണ്. അതിന് കണ്ണില്ല, നാക്കില്ല, മൂക്കില്ല, ത്വക്കില്ല. എങ്ങനെ അറിയും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സുഖങ്ങളും? ശിവൻ എന്ന് പറയുന്നത് എന്താ? മംഗളസ്വരൂപമാണ്. അതിന് ഇന്ദ്രിയങ്ങളെ വെക്കണം, മനസ്സ് വെക്കണം, എന്താ പറയാ ബ്രെയിൻ വേണം, ചിന്തിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെ അറിയാനും നമ്മളോടുകൂടി ഇരിക്കാനും പറ്റൂ. അതുകൊണ്ടാണ് ത്രിഗുണാത്മികയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ നമ്മൾ ഉപാസിക്കുന്നത്. ദേവിക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ആ ഒരു 36 തത്വങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരുമായിട്ടിരുന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ. അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? ആ ശക്തി കൊടുക്കാനേ പറ്റൂ അമ്മയ്ക്ക്. അമ്മയിലൂടെ അച്ഛനിൽ എത്താൻ പറ്റൂ. ഒരു ഷോർട്ട് കട്ടും ഇല്ല. എത്ര ശൈവ ഉപാസകരെ നോക്കൂ, അവസാനം അവര് ഭഗവാന്റെ എന്താ പറയാ ആ ഒരു ശിവശക്തി ഐക്യത്തില് നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരു ഭൃങ്കി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ മഹർഷിയുടെ കഥയൊക്കെ ഇനി വരുന്നുണ്ട്. അദ്ദേഹം ശിവനെ മാത്രം ഉപാസിച്ചു. അവസാനം എന്ത് ചെയ്തു? ശിവനെയും ശക്തിയും സെപ്പറേറ്റ് ചെയ്ത് വണ്ടായിട്ട് ശിവന്റെ ശക്തിയുടെയും ഇടയിൽ കൂടെ പോയി. എന്നിട്ട് ശിവൻ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം എന്തായി? ഭൃങ്കിക്ക് ശക്തിയുടെ അനുഗ്രഹം കിട്ടാതെ ശിവനിൽ ലയിക്കാൻ പറ്റിയില്ല. ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല.
അപ്പൊ അമ്മയില്ലെങ്കിൽ അച്ഛനില്ല. അമ്മയാണ് ഉണ്മ, അമ്മയാണ് സത്യം. അതുകൊണ്ടാണ് സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ അമ്മയാവാനുള്ള കഴിവുള്ളൂ. അപ്പൊ ഈ കാഞ്ചനമാല ദേവിയെ കെട്ടിപ്പിടിച്ചു, അറിയാതെ. അപ്പൊ തന്റെ കണ്ണുകള് മലയധ്വജന്റെ അടുത്തോട്ട് പോയോ. അദ്ദേഹം പാവം എത്ര യാഗങ്ങൾ ചെയ്ത് ആകാംക്ഷയുടെ ഒരു പുത്രഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കണു. അമ്മ മനസ്സുകൊണ്ട് അറിയാതെ ചിന്തിച്ചു, അയ്യോ ഈ കുഞ്ഞെന്താ അങ്ങോട്ട് പോയില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു. ദേവിക്ക് എന്താ ഇത് അറിയില്ലേ? 3 വയസ്സോ 10 വയസ്സോ എത്ര വയസ്സ് രൂപം ധരിച്ചാലും അമ്മയ്ക്ക് വേണ്ടതെല്ലാം അറിയാം. അപ്പോ സുന്ദരപാണ്ഡ്യൻ യാഗം നടത്തി എന്ന് പറഞ്ഞ എന്താ എല്ലാം അമ്മയ്ക്ക് അറിയാം. അമ്മ എന്ത് ചെയ്തു? ഈ കുഞ്ഞെന്ത് ചെയ്തു? കാഞ്ചനമാലയുടെ മടിയിൽ നിന്ന് ഓടി അച്ഛന്റെ അടുത്തേക്ക് പോകണം. രാജഭക്തിയാണ്. ഇതുവരെ വെറുതെ കണ്ണടച്ച് എല്ലാ യാഗത്തിനും കൂടെ ഇരുന്നേ ഉള്ളൂ. പക്ഷെ ചെയ്തതെല്ലാം ആരാണ്? ഈ പറഞ്ഞ മലയധ്വജ പാണ്ഡ്യനാണ്. കാരണം മേനാദേവിക്കും കാഞ്ചനമാലയ്ക്കും ദേവി അനുഗ്രഹം കൊടുത്തിരുന്നു അല്ലേ? അതുകൊണ്ട് ആദ്യം അമ്മയുടെ അടുത്തേ വരാൻ പറ്റൂ. ഈ പെണ്ണുങ്ങളാണല്ലോ കുഞ്ഞായിട്ട് വേണം, മക്കളെ വേണം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവരുടെ അടുത്ത് ആദ്യം പോവാനേ ആ ദേവിക്ക് പറ്റൂ. കാരണം ദേവി ചെയ്യുന്നതെല്ലാം സത്യവും ധർമ്മത്തിനും ബേസ് ചെയ്തേ ചെയ്യൂ. അപ്പൊ പിരിയാതെ കൂടെ ഇരിക്കാം എന്ന് ആർക്കാ വാക്ക് കൊടുത്തത്? നേരത്തെ വിദ്യാവതിക്ക് വാക്ക് കൊടുത്തു, മേനാദേവിക്കും കൊടുത്തു. അപ്പൊ പിരിയാതെ ഓടിച്ചെന്ന് അവർക്ക് അവരെ കെട്ടിപ്പിടിച്ച് അമ്മ എന്ന് വിളിക്കേണ്ടത് ആരുടെ ധർമ്മമാണ്? ദേവിയുടെ. അപ്പോ മലയധ്വജ പാണ്ഡ്യന്റെ അടുത്ത് ഈ അമ്മയുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലായി കുഞ്ഞെന്ത് ചെയ്തു? അമ്മയുടെ മടിയിൽ നിന്ന് ഓടിച്ചെന്ന് മലയധ്വജ പാണ്ഡ്യന്റെ മടിയിൽ കയറിയിരുന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ ഇരുത്തി കൊഞ്ചിച്ചു അദ്ദേഹം. മോളേന്ന് വിളിച്ചു, കുഞ്ഞച്ചാന്ന് വിളിച്ചു. അപ്പോഴാണ് ഈ മലയധ്വജ പാണ്ഡ്യൻ അപ്പോഴാണ് കാണുന്നത്. അതുവരെ എന്താ ഒരു പച്ച നിറത്തിൽ വന്ന കുഞ്ഞായിട്ട് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഈ മടിയിലിരുത്തി കളിപ്പിച്ചപ്പോ എന്താ ദേവിയുടെ 3 സ്തനങ്ങള് സ്തനിയാണെന്ന് കണ്ടു. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി. ആരും അത് കണ്ടില്ലല്ലോ. അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്തെങ്കിലും വൈകൃതമാണോ? ഞാൻ ഇത്രയും യാഗം നടത്തി എനിക്ക് യാഗാഗ്നിയിൽ നിന്ന് തന്ന ഈ കൊച്ചു കുഞ്ഞിന് എന്ത് പറ്റിയതെന്ന് പറഞ്ഞ് അദ്ദേഹം പുരുഷനല്ലേ, അദ്ദേഹത്തിന് എന്താ ഒരു കൊച്ചു കുഞ്ഞിന് എന്തോ വികൃതമായിട്ടായിട്ടാണ് തോന്നിയത്. വളരെ വിഷമം തോന്നി. ഇത് എന്താണ് ചെയ്യേണ്ടത്? എന്തോ പാകപ്പുഴ എന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞ് അഭംഗിയുണ്ട്, കുഞ്ഞിന്റെ ശരീരത്തിന് എന്തോ അഭംഗി വന്നു എന്ന് പറഞ്ഞ് വളരെ ഇതിനെന്ത് പരിഹാരം ചെയ്യുമെന്ന് ദുഃഖിച്ചപ്പോൾ അഗസ്ത്യന്റെ മുഖത്ത് നോക്കണം. അഗസ്ത്യന്റെ കാര്യം മനസ്സിലായി. അഗസ്ത്യൻ കണ്ണടച്ചൊന്നും മിണ്ടാതിരുന്നു. അപ്പൊ അശരീരി കേൾക്കുകയാണ്. എന്താ മലയധ്വജ, അല്ലയോ രാജാവേ, നീ വിഷമിക്കണ്ട. നീ ഈ കുട്ടി എന്താ ഇപ്പോ ഈ തന്റെ ഭർത്താവിനെ കാണുമ്പോൾ ഈ 3ാമത്തെ സ്ഥലം മറഞ്ഞു പോകും. നീ വിഷമിക്കണ്ട. ഇതെന്താ കാലം, ദേവിയുടെ തന്നെ ഒരു വിളയാട്ടാണ്. ദേവി തന്നെ ഇത് നിശ്ചയിച്ചതാണ്. നീ ഇതിനെക്കുറിച്ച് വിഷമിക്കണ്ട. യഥാർത്ഥത്തില് വിവാഹ സമയത്ത് വിവാഹത്തില് ആദ്യം തന്നെ തന്റെ വരൻ ആരാണെന്ന് കാണുമ്പോൾ ഒരുപാട് പേരെ കാണും. ദേവി ദിഗ്വിജയത്തിന് മുമ്പ് പലരെയും കാണും. പക്ഷെ ആരെ കാണുമ്പോഴാണോ തന്റെ 3ാമത്തെ സ്ഥലം വീണു പോകുന്നത്, അത് ഇവളുടെ ഭർത്താവായിട്ട് തീരും. അത് സാക്ഷാൽ ആരാണ്? പരമശിവനെ കണ്ടാലല്ലാതെ പാർവതിക്ക് സ്നേഹം വരില്ല അല്ലെ? സുന്ദരേശ്വരനെ കാണുമ്പോ, കൈലാസത്ത് ദിഗ്വിജയത്തിന് പോകുമ്പോ കാണും യഥാർത്ഥ തന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആളിനെ. അപ്പൊ വേണ്ടത് കാലം ചെയ്തോളും. ദേവിക്കറിയാം എന്താണ് ചെയ്യണത്. അല്ലയോ മലയധ്വജ, നീ വിഷമിക്കണ്ടെന്ന് അശരീരി കേട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അല്ലെങ്കിൽ എന്താ ആ ഒരു വിഷമം പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടിയ കുഞ്ഞിന് ഇങ്ങനെ വന്നല്ലോ എന്നുള്ള വിഷമം പെട്ടെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാരണം സാക്ഷാൽ രാജരാജേശ്വരിയാണ് തന്റെ പുത്രിയായിട്ട് മീനാക്ഷിയായിട്ട് വന്നത് എന്ന സന്തോഷത്തില് ദേവിക്ക് നാമകരണം പ്രക്രിയ നടക്കുകയാണ്. ഇത്രയും ഋഷിമുനിമാരുടെ മുമ്പില് പരാശക്തി, രാജരാജേശ്വരി, മഹാകാമേശ്വരി, എന്താ പറയുക, എന്തൊക്കെ പേരാണ് അമ്മയ്ക്കുള്ളത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അമ്മയാണ് അല്ലെ? എല്ലാം ആ അമ്മയ്ക്ക് നാമകർമ്മം ചെയ്യാണ്. ആര്? അഗസ്ത്യന്റെ മുന്നിൽ വെച്ച് അച്ഛന്റെ മടിയിലിരുത്തി അമ്മയും കൂടെ ഇരുന്ന് ദേവിക്ക് നാമകരണം ചെയ്തു. ദേവിക്കിട്ട പേരെന്താണ്? തടാതക എന്നാണ് ദേവിക്ക് പേരിട്ട്. എന്താണ് തടാതക എന്നാല്? ആരാലും തോൽപ്പിക്കാൻ സാധിക്കാത്തവൾ. തടയിട്ട് ആർക്കും ജയിക്കാൻ പറ്റാത്തവൾ. ഒരിക്കലും ദേവിക്ക് വേറൊരു പേരില്ലേ? സർവ ഉല്ലംഘ്യ ശാസന. ദേവിയുടെ ശാസന ആർക്കും മാറ്റാൻ പറ്റില്ല. അതാണ് കട്ടളை. അത് ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിക്കുന്നവൾ. അപ്പൊ മീനാക്ഷി എന്ന പേര് പിന്നെയാണ് കിട്ടുന്നത്. രാജ്യാഭിഷേകത്തിന് ശേഷം മീനാക്ഷി എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ് ദേവിക്ക്. യഥാർത്ഥത്തിൽ അച്ഛനമ്മമാരിട്ടത് ക്ഷേത്രദേവത. സാധാരണ അവരുടെ കുലദേവതയാണ് മീനാക്ഷി ക്ഷേത്രം, കുലദേവതയാണ്. അവിടെ ചെന്ന് ദേവിക്ക് ആ ഒരു എന്താ പറയാ മംഗല്യമായിട്ട് ദേവിയെ ഇരുത്തി ദേവിക്ക് ആ മലയധ്വജ പാണ്ഡ്യന്റെ കാലശേഷം ആ ഒരു രാജ്ഞിയായിട്ട്, മഹാരാജ്ഞിയായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ദേവിയുടെ നാമം മീനാക്ഷി. പക്ഷെ കൊച്ചിലെ കുഞ്ഞിന്റെ പേരെന്താ? തടാതക എന്നായിരുന്നു. ശരിക്കും തടാതക എന്ന് പറഞ്ഞാല് സർവാനുല്ലംഘ്യ ശാസന എന്ന് തന്നെ. ആരെയും തന്റെ ശാസനകളെ നടപ്പിലാക്കുന്നവൾ, തന്നെ എന്താ പറയുക ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവൾ, ലളിതാ പരമേശ്വരി, മീനാക്ഷി, ഇതെല്ലാം ഒന്ന് തന്നെ.
പക്ഷെ തടാതക എന്ന ദേവിക്ക് നാമകരണം ചെയ്യപ്പെടുകയാണ്. അപ്പോ എന്താ അവിടെ ഒരു ദേവിയുടെ ആവിർഭാവം ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയായിട്ട് ദേവി ഒരു ആവിർഭവിച്ചു വരുന്നത് കണ്ടു. അപ്പൊ എന്താ ദേവി നമുക്ക് എന്താണ് ഒരു ദേവിയുടെ ആവിർഭാവം തരുന്നത്? നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ ശരീരമാണ് യാഗകുണ്ഡം. യജ്ഞം നടക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. യജ്ഞം ചെയ്യേണ്ട യജ്ഞത്തിൽ ഹോമിക്കേണ്ടത് നമ്മുടെ എന്താ പറയാ ഷഡാധാരങ്ങളിൽ ഇരിക്കുന്ന എല്ലാ എന്താ പറയാ അഴുക്കുകളെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഷഡ് ഊർമികളെ, നമ്മുടെ കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സിനെയും ഹോമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചിത്ത് അഗ്നിയിൽ നിന്ന് ആര് വരും? ഈ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ആവിർഭവിക്കും. പഞ്ചപ്രേത മഞ്ചത്തില് ബിന്ദുമണ്ഡല വാസിനിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരും എന്നുള്ളതിന് സംശയമില്ല. കാരണം എന്താ? നമ്മൾ കാണുന്നു അത്രത്തോളം വിശ്വാസത്തോടും ആ ദേവിയെ പൂജിക്കുന്നവർക്കൊന്നും ദേവി എന്താ ഒരു അനുഗ്രഹം കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പൊ ദേവി എന്ത് ചെയ്യണം? നമ്മള് ശ്രീമത് സുന്ദര നായകീം ഭയഹരാം ജ്ഞാനപ്രദാം നിർമ്മലാം ശ്യാമാംബാം കമലാസിത അർച്ചന പദാം. കമലാസന അർച്ചിത പദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അർച്ചിക്കുന്ന പാദത്തോടു കൂടിയുള്ളായിട്ട് നാരായണി, നാരായണസ്യാനുജാം, ആ നാരായണന്റെ സഹോദരി, വീണ വേണു മൃദംഗ വാസ്യരസികാം നാനാ വിരാഡംബികാം മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യ വാരാനിധി. കാരുണ്യ വാരാനിധി ഒരു സമുദ്രമാണമ്മ, കാരുണ്യ കടലായിരിക്കണം ഭഗവതിയെ. നമുക്ക് എല്ലാവർക്കും എന്താണ് ഒരു ഉപാസനയ്ക്ക് ഏറ്റവും വേണ്ടതാരാണ്? കരുണയുള്ളത്. അതുകൊണ്ട് ഒരു ഒറ്റ സ്ഥാനം ആർക്ക് കൊടുക്കാം? അമ്മയ്ക്ക് കൊടുക്കാം. കാരണം മക്കളുടെ വേദന സഹിക്കാൻ പറ്റില്ല അമ്മയ്ക്ക്. അമ്മ അനുഗ്രഹിക്കുന്നുള്ളതിന് സംശയം വേണ്ട. അപ്പൊ ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ ബാലലീലകളാണ്. കുറച്ച് ബാലലീലകളെ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോ തുടങ്ങിയാൽ തീരില്ല. ബാലലീല ദേവിയുടെ ദിഗ്വിജയം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദേവന്മാരെ ദേവി എന്താ പറയാ തന്റെ അധീനത്തിലെ എല്ലാ ദേവലോകം മുഴുവനും കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് സുന്ദരേശ്വര ദർശനം വരുന്നത്. സുന്ദരേശ്വരനെ ദർശിക്കുമ്പോഴാണ് ദേവിയുടെ യഥാർത്ഥ. അത് കഴിഞ്ഞതിനാണ് മീനാക്ഷി സുന്ദരേശ്വര വിവാഹം വരുന്നത്. അതാണ് ഏറ്റവും വലിയ മീനാക്ഷി വിവാഹം എന്ന് പറഞ്ഞാൽ മീനാക്ഷി കല്യാണ വൈഭോഗം, സീതാ കല്യാണ വൈഭോഗം. അത് പറയുന്നവനും കേൾക്കുന്നവനും എന്താ പറയാ എന്താ പറയാ സദ്യോജാത മുക്തി. കേൾക്കുമ്പോ തന്നെ മുക്തിയാണ് സുന്ദരേശ്വരനും മീനാക്ഷി വിവാഹം. അത് വളരെ എന്താ പറയാ 2-3 ചാപ്റ്ററും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് വരുള്ളൂ. അദ്ദേഹത്തെ കാണണം, കണ്ട് രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാവണം, സുന്ദരേശ്വരനാവണം ശിവൻ. ഒരു പാമ്പിനെയും കഴുത്തി ചുറ്റി എന്താ പറയാ വാസുകിയെ ശിരസിൽ വെച്ച് ഒരു മാലയും ഇട്ട് അക്ഷോഭ്യൻ എന്ന് പറയുന്ന പാമ്പിനെ എന്താ പറയാ ജടയിലും കഴുത്തിൽ വാസുകിയൊക്കെ ചുറ്റി ജടാധാരിയായിട്ട് ഒരു പുലിത്തോലുടുത്തിരിക്കുന്ന ശിവനെ എനിക്ക് വേണ്ട. ദേവി പറയണം എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എങ്ങനെ വരണം? സുന്ദരേശ്വരനായിട്ട്, ഏറ്റവും മോഹിപ്പിക്കുന്നവനായിട്ട്, ഈ ഏറ്റവും സുന്ദര കളേബരനായിട്ട് വരണം. മധുര മീനാക്ഷി അത്രയ്ക്ക് സുന്ദരിയാണ്. സൗന്ദര്യത്തിന്റെ നിറകുടമായിട്ടിരിക്കുന്ന ദേവിയെ വിവാഹം കഴിക്കാൻ ആ പന്തലില് സുന്ദരേശ്വരൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഭഗവാന്റെ ഭൂതഗണങ്ങളെല്ലാം തന്നെ അതിസുന്ദരന്മാരായിട്ട് നന്ദി ഉൾപ്പെടെ ഒരു വേഷത്തില് ശരിക്കും കന്യാകുമാരി ദേവി എങ്ങനെയാണോ ശിവനെ കാത്തു നിന്നപ്പോ ശിവൻ എങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെ ഒരു കല്യാണ വേഷത്തിൽ സുന്ദരേശ്വരൻ വരുന്നു. കല്യാണ വേഷത്തിലിരിക്കുന്ന ഒരു മീനാക്ഷി വന്ന് രണ്ടുപേരും ഒരു കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നു. ആ മംഗല്യ താലി അണിയിക്കുന്നു. അത് കുറച്ച് ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ടാണ്. അതാണ് വൈഭോഗം. ഒരു പറയാനും കേൾക്കാനും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് അവർ ദേവി എന്ത് ചോദിക്കുന്നു, എന്ത് മംഗള കാര്യങ്ങൾ ചോദിക്കുന്നു അത് അനുഗ്രഹിക്കുന്നതാണ്. മീനാക്ഷി ഹാലാസ്യ മഹാത്മ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹാലാസ്യം എന്ന് ഇതിന് പേര് വന്നത്? ദേവിയുടെ 2-3 ചെറിയ എന്താ പറയാ ഒരു ലീലകളെയും നമുക്ക് അടുത്ത ആഴ്ച കാണാം. അത് കഴിഞ്ഞ് 2-3 ദിവസം കൊണ്ട് ഇത് മീനാക്ഷി തീർക്കാം. മീനാക്ഷിയുടെ വൈഭവം തീർന്നു കഴിഞ്ഞാൽ തന്നെ സാധാരണ ഒരു സാധകൻ തന്റെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ആജ്ഞാചക്രത്തിൽ എത്തണം എന്നാണ് ഇത് ഹാലാസ്യ മഹാത്മ്യത്തിന്റെ അവസാനം പറയുന്നത്. ഏത് സാധകനാണോ ഇത് കേട്ട് ഇതിലൂടെ ലയിച്ച് പടി 6 കടന്നു പോണം. ഒരു ശിവശക്തി ഐക്യം വരണമെങ്കിൽ ഇല്ലേ, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. നമ്മൾ വലിയൊരു കാട്ടിൽ നിന്ന് പതുക്കെ ഈ പടികള് സുന്ദരേശ്വര മീനാക്ഷി കല്യാണം കഴിയുമ്പോൾ നമുക്കും ഒരു ശിവശക്തി ഐക്യം സംഭവിക്കട്ടെ. നമുക്ക് ഭഗവതിയോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.